ഹലോ, ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വേഗത്തിൽ തന്നെ നിങ്ങളുടെ ബിസിനസ്സിലൂടെ ഒരു വരുമാനം വേഗത്തിൽ കണ്ടെത്താനുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിലും നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുകയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. സക്സസ്ഫുൾ ആയിട്ടുള്ള സംരംഭകരെല്ലാം തന്നെ അവർക്കറിയാവുന്നൊരു സീക്രട്ട് ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, മാർക്കറ്റിംഗ് എന്ന് പറയും. അവരുടെ കയ്യിൽ അവരുടെ കയ്യിൽ വിൽക്കാനുണ്ട്. അത് വേഗത്തിൽ തന്നെ കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിക്കാനുള്ള ടെക്നിക്കുകൾ അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ വേഗത്തിൽ കാശുണ്ടാക്കുന്നത്. പക്ഷേ ഇതറിയാത്ത സംരംഭകർ അധിക പേരും മാർക്കറ്റിങ്ങിനെ അവഗണിച്ചിട്ടുണ്ട് മറ്റു പല കാര്യങ്ങളുടെ പുറകെയാണ് പോണത്. അതായത് ലോഗോ ഡിസൈൻ ചെയ്യുക, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്ത്, പക്ഷേ ഈ പ്രൊഡക്റ്റ് വേണ്ടത്ര എണ്ണം ആളുകളിലേക്ക് എത്തിക്കാനുള്ള കഴിവ് ഇവർക്കില്ല. അതിൻ്റെ പേരിൽ തന്നെ ആ ബിസിനസ് അവർ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അടുത്ത പ്രൊഡക്റ്റിൻ്റെ പുറകെ പോകും. അടുത്ത സർവീസ് ഏതാണോ അത് ക്യാപ്ചർ ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ ചാടി കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ എല്ലാം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രൊഡക്റ്റിൻ്റെ കൂടെ പോകാൻ നേരത്ത് ഇതേ അവസ്ഥ തന്നെ. കുറച്ച് ഓർഡറുകളൊക്കെ കിട്ടും, കുറച്ച് കാലം കഴിയാൻ നേരത്ത് അത് സ്റ്റോപ്പ് ചെയ്യും. ഒരുപാട് സംരംഭകർ ഈ ട്രാപ്പിൽ പോയി പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനെ വേണ്ടത്ര മുഖവിലക്ക് എടുക്കാത്തത് കൊണ്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറയും. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വിൽക്കാനുണ്ടാവട്ടെ, അതെല്ലാം നിങ്ങൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാം. വേഗത്തിൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് എങ്ങനെ നമ്മളുടെ ബിസിനസ് ഉപയോഗിച്ച് മണി മേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയാൻ പോകുന്നത്. 3 ഘട്ടങ്ങളായിട്ടാണ് ഈ വീഡിയോനെ ഞാൻ തിരിച്ചേക്കണം. ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ നമ്മളുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അതാണ് ഒന്നാമത്തെ ഘട്ടം. ഇനി ഒരു കസ്റ്റമർ വരുന്ന ആ ടൈമിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് രണ്ടാമത്തെ ഘട്ടം. ഇനി ഒരു കസ്റ്റമർ വന്ന് നമ്മളുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റോ സർവീസോ വാങ്ങി പോയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് മൂന്നാമത്തെ ഘട്ടം. ഇങ്ങനെ 3 ഘട്ടങ്ങളിലൂടെയാണ് ഈ വീഡിയോ കടന്നു പോകുന്നത്. ഓരോ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് വരുമാനം കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനിതിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനായിട്ട് കാണാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഒരു കസ്റ്റമർ നമ്മളുടെ അടുത്ത് വരുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ചില പ്ലാനുകളൊക്കെ ആദ്യം സെറ്റ് ചെയ്യണം. കസ്റ്റമർ വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആദ്യം ഉറപ്പിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മളുടെ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയും. ആരാണ് നമ്മളുടെ കസ്റ്റമർ? യഥാർത്ഥത്തിൽ ആരെയാണ് നമ്മൾ സെർവ് ചെയ്യാൻ പോകണമെന്നുള്ളത് ആദ്യം ഉറപ്പിക്കണം. അതൊരു ചെറിയ വിഭാഗമായിരിക്കണം. എപ്പോഴും വരുത്തുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് എണ്ണം ആളുകളെ ടാർഗറ്റ് ചെയ്യാനായിട്ട് നോക്കും. ഇപ്പം നിങ്ങൾ ചെറിയ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ഇറക്കും. അല്ലെങ്കിൽ ഒരുപാട് ടാർഗറ്റ് ഓഡിയൻസിനെ സെറ്റ് ചെയ്തിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഒരേ സമയം ഇറക്കാനായിട്ട് നോക്കും. ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ഇത് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരെയും ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ കസ്റ്റമർ ആകുമല്ലോ, അപ്പോൾ എല്ലാവരുടെ അടുത്തു നിന്നുള്ള ഓർഡർ കിട്ടുമല്ലോ എന്നുള്ള ഒരു ലോജിക്കിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെറുതായി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ അടുത്തുള്ള ഈ പരസ്യം ചെയ്യാനും മാർക്കറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള കാശ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് വെച്ചുകൊണ്ട് വലിയൊരു വിഭാഗത്തിന് പരസ്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ സെഗ്മെൻറ്റ് പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ തുടക്ക സമയത്ത് നമുക്ക് ഒരുപാട് പേരെ ഹയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ ഒറ്റക്കായിരിക്കും ആ ബിസിനസ് റൺ ചെയ്യണത്. ഇവിടെ എല്ലാം തന്നെ ആദ്യ സമയത്ത് നമ്മൾ ഒരു ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നേരത്ത് നമ്മളുടെ ഫോക്കസ് ആകെ ഷിഫ്റ്റ് ആവും. ഈ ചൈനക്കാരുടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, 2 മുയലിൻ്റെ പുറകെ ഓടാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു മുയലിനെയും പിടിക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഒരു മുയലിനെ ഫോക്കസ് ചെയ്ത് അതിൻ്റെ പുറകെ മാത്രം ഓടുകയാണെങ്കിൽ അതിനെ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. നിങ്ങളുടെ മാർക്കറ്റ് ഏതാണെന്നുള്ളത് ആദ്യം സെറ്റ് ചെയ്യുക. എല്ലാവരും നമ്മുടെ കസ്റ്റമർ അല്ല. എല്ലാവരും നമ്മുടെ കസ്റ്റമർ ആക്കാൻ നോക്കിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറിയ എമൗണ്ടിൽ നമുക്കിതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ പലരും വരുത്തുന്ന വേറൊരു മിസ്റ്റേക്കാണ്, ഈ വലിയ ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ടല്ലോ, അവരുടെ കീഴിൽ സബ് ബ്രാൻഡുകളുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പല കാറ്റഗറി ഓഫ് പ്രൊഡക്റ്റ് ഉണ്ട്, പല രീതിയിലുള്ള കസ്റ്റമേഴ്സിനെ അവർ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും അത് ചെയ്യാമല്ലോ. അത് സക്സസ്ഫുൾ ആയതുകൊണ്ടാണല്ലോ, അത് ആ ഒരു മെത്തേഡ് വർക്ക് ആവണതുകൊണ്ടാണല്ലോ അവരത് ചെയ്യണത്. അപ്പോൾ നമുക്കും അത് ചെയ്യാമല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വലിയൊരു കമ്പനിയുടെ ഗോളുകളല്ല ഒരു ചെറിയൊരു സ്ഥാപനത്തിൻ്റെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വലിയൊരു കമ്പനിയുടെ അടുത്തുള്ള റിസർവ് ഫണ്ടല്ല നമ്മുടെ അടുത്തുള്ള റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞാൽ. വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് മാത്രമാണ് നിങ്ങളുടെ അടുത്ത് തുടക്ക സമയത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ എല്ലാവരെയും എല്ലാ പ്രൊഡക്റ്റും എല്ലാ സമയത്തും കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പ്രയാസമായിരിക്കും.
ഈ അടുത്തൊരു കൊറിയർ ഓഫീസിൻ്റെ ഒരു ഫ്രാഞ്ചൈസിയിൽ പോയപ്പോൾ അവർ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊറിയർ ഓഫീസാണ്, അതുപോലെ തന്നെ അവിടെ ചായ ഉണ്ട്, കുറച്ച് പലചരക്ക് സാധനങ്ങളുണ്ട്, പിന്നെ അതുപോലെ തന്നെ കരിക്ക് വരെ വിൽക്കാൻ വെച്ചേക്കാണ് ഈ ഒറ്റ സ്ഥാപനത്തിൻ്റെ അകത്ത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം കൂടി വെക്കാൻ നേരത്ത് എല്ലാ കസ്റ്റമറേയും കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഇവരിത് ചെയ്യണത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇവരെ വേണ്ടാത്തൊരവസ്ഥ വരും. കരിക്കിൻ്റെ ആൾ വരുമ്പോൾ അവരെ ആവശ്യമില്ല, വേണ്ടത്ര സ്റ്റോക്ക് ഉണ്ടാവില്ല, മറ്റു കാര്യങ്ങൾക്ക് വരാൻ നേരത്ത് അതിൻ്റെ കളക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ ഫിക്സ് ചെയ്ത് ആ ഒരു മേഖലയിൽ മാത്രം നിങ്ങൾ സെർവ് ചെയ്യാനായിട്ട് നോക്കുക. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ലോകത്തെ 99.9% ആളുകളും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും ഒരു പ്രശ്നമല്ല, 0.1 മാത്രം സെർവ് ചെയ്താൽ മതി. അവിടെ തന്നെ നമുക്ക് വലിയൊരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചെറിയ ഒരു ശതമാനമാണല്ലോ ഇതുള്ളൂ എന്ന് കരുതി നമ്മൾ പേടിച്ച് മാറി നിൽക്കേണ്ടതില്ല. അവരെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. എല്ലാവരുടെയും പുറകെ കിടന്ന് ഓടാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാത്തൊരവസ്ഥ വരും. ഒരുപാട് സംരംഭകർ ചെന്ന് പെടുന്ന ട്രാപ്പാണ്. ഒരു സ്ഥലത്ത് ഇലക്ട്രോണിക്സ്, വേറൊരു സ്ഥലത്ത് കുട്ടികളുടെ ഉടുപ്പ്, മറ്റൊരു സ്ഥലത്ത് ജ്വല്ലറിയുടെ ബിസിനസ്. അങ്ങനെ ഇവരെന്തൊക്കെ ബിസിനസ്സാണ് ഇവർ ചെയ്യണതെന്നുള്ളത് ഇവർക്ക് തന്നെ ഒരു പിടിയില്ല. അപ്പോൾ ഒരു ടാർഗറ്റ് മാർക്കറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സ്ത്രീകൾക്കുള്ള ജ്വല്ലറി, യങ് ഗേൾസിനുള്ള ജ്വല്ലറി, അതാണെങ്കിൽ അത് മാത്രം പിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ ചുരിദാർ, പിന്നെ നെയ്റ്റി, പിന്നെ അതുപോലെ തന്നെ പർദ്ദ, ഇതെല്ലാം കൂടി മിക്സ് ആവാൻ നേരത്ത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഒന്നിനും കളക്ഷൻ ഇല്ലാണ്ട് വരും. അപ്പോൾ ചുരിദാറിൻ്റെ ആളുകൾ വരാൻ നേരത്ത് അവർക്ക് വേണ്ടത്ര കളക്ഷൻ ഇല്ല, ജ്വല്ലറിയുടെ ആളുകൾ വരാൻ നേരത്ത് അവർക്ക് വേണ്ടത്ര കളക്ഷൻ, ആർക്കും നിങ്ങളെ തൃപ്തി വരാതെ പോകും. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ സെഗ്മെൻറ്റ് പിടിച്ച് അതിൽ ഫോക്കസ് കൊടുക്കാനായിട്ട് നോക്കുക. നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ് ഏതാണെന്നുള്ളത് ആദ്യം ഫിക്സ് ചെയ്യുക. ഇതിന് ശേഷമാണ് നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കേണ്ടത്. അല്ലെങ്കിൽ എല്ലാ പ്ലാനും ആകെ തവിടുപൊടിയാവും. നമുക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. വെറുതെ കാശ് ഇറക്കി പരസ്യം കൊടുക്കാമെന്നല്ലാതെ ഒരു ഗുണം നിങ്ങൾക്ക് അതിലൂടെ കിട്ടാനായിട്ട് പോണില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എന്ത് പരസ്യം കൊടുക്കുമ്പോഴും ആ പരസ്യം കാണുന്ന ആളുടെ മനസ്സിൽ തോന്നണം ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ്, എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയേക്കണ പ്രൊഡക്റ്റാണെന്ന് തോന്നണം. എന്നാൽ മാത്രമാണ് അവർ നമ്മളിലേക്ക് കൂടുതലായിട്ട് അട്രാക്റ്റഡ് ആവുള്ളൂ. അപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കിയ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പരസ്യം കൊടുക്കേണ്ടത്. ഇത് ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിൽ നിന്നാൽ മാത്രമാണ് നമുക്ക് സാധിക്കുള്ളൂ. ഒരുപാട് വൈഡായിട്ട് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധിക്കില്ല. അപ്പോൾ നമ്മളുടെ പരസ്യം വർക്കൗട്ട് ആവില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറാണെന്ന് വിചാരിക്കുക, ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട ബിസിനസ്സാണ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ലിസ്റ്റ് കണക്കിനുള്ള, മാല കണക്കിനുള്ള വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി, കിഡ്സിൻ്റെ ഫോട്ടോഗ്രാഫി, അതുപോലെ പോർട്രേറ്റ്, അങ്ങനെ ഒരുപാട് സർവീസുകൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് അതിനെല്ലാം പരസ്യം കൊടുക്കാൻ നേരത്ത് ഇത് കാണുന്ന കസ്റ്റമർക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ വെഡ്ഡിങ് ആണെങ്കിൽ വെഡ്ഡിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യണ ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ നിങ്ങൾ ബ്രാൻഡ് ചെയ്യാനായിട്ട് നോക്കാം. ഏതൊരു ചെറിയ തുടക്ക സമയത്ത് നമുക്ക് പിന്നീട് വ്യാപിപ്പിക്കാം, വളരുന്നതിനനുസരിച്ച് സെഗ്മെൻറ്റുകൾ കൂട്ടാം. പക്ഷേ തുടക്ക സമയത്ത് നിങ്ങൾ എല്ലാം പിടിക്കാൻ നോക്കാൻ നേരത്ത് ഭയങ്കര പ്രയാസമായിരിക്കും. ഒന്നും നിങ്ങളുടെ ടൈം എല്ലാത്തിലേക്കും കൊടുക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ നിങ്ങൾ മാറ്റി വെച്ചേക്കണ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനെല്ലാത്തിനും വേണ്ടി കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ വളരെ ചെറുതായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും, ഈവൻ വലുതായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ പോലും ടാർഗറ്റ് മാർക്കറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ ഓർത്ത് വെക്കുക. മൾട്ടിപ്പിൾ ബിസിനസ് അറ്റ് എ ടൈമിൽ റൺ ചെയ്യാൻ നോക്കരുത്. അതായത് മൾട്ടിപ്പിൾ സെഗ്മെൻറ്റും നിങ്ങൾ പിടിക്കാനായിട്ട് നോക്കരുത്. വലിയ അപകടമാണ്, അത് പരാജയത്തിൽ തന്നെ എത്തിപ്പെടും. ഇനി ഏതെങ്കിലും ചെറിയൊരു സെഗ്മെൻറ്റ് പിടിക്കാതെ എല്ലാ മേഖലയിലും പരത്തി നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ ഉള്ള വേറൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, വില ഒരു ഘടകം തന്നെയാണ്. നമ്മളുടെ പ്രൊഡക്റ്റ് വിറ്റ് പോകണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. കസ്റ്റമർ പിക്ക് ചെയ്യുകയോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് ഒരു പരിധി കുറഞ്ഞ് വില കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. പല സംരംഭകരും നേരിടുന്ന ഒരു പ്രശ്നമാണ്, അവരുദ്ദേശിക്കുന്ന ലാഭത്തിൽ വിൽക്കണമെങ്കിൽ ഒരു നിശ്ചിത വില ഇട്ടേ പറ്റൂ. പക്ഷേ ആ വില ഇടാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ താഴെ ഒരുപാട് പേര് വിലയിട്ട് വിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ഇവരുടെ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓൺലൈനിൽ ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇതിനുള്ള പരിഹാരവും ഇത് തന്നെയാണ്. നിങ്ങളുടെ ഒരു ടാർഗറ്റ് സെഗ്മെൻറ്റ് പിടിക്കുക. അപ്പോൾ ആ ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടി മാത്രം, അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയത് എന്നൊരു ഫീല് കസ്റ്റമറുടെ ഉള്ളിൽ വരാൻ നേരത്ത് നമുക്ക് കൂടുതൽ വില ചാർജ് ചെയ്യാനായിട്ട്, കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരു ജനറിക് ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റി ടൈപ്പ് സാധനമായിരിക്കും. ഒരു കമ്മോഡിറ്റി ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും കാണുന്ന പ്രൊഡക്റ്റ് പോലെയായിട്ട് മാറിപ്പോകും. ഒരു കിലോ പഞ്ചസാര, അതിപ്പോൾ നമ്മൾ ബ്രാൻഡ് ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ
1 കിലോ പഞ്ചസാര 1 കിലോ പഞ്ചസാര തന്നെയാണ്. അത് ഏറ്റവും വിലക്കുറവ് എവിടെയാണ്, അവിടെ നിന്നാണ് കസ്റ്റമേഴ്സ് എടുക്കുള്ളൂ. കസ്റ്റമറുടെ മൈൻഡിൽ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാനാണ് നോക്കേണ്ടത്. ഇങ്ങനൊരു ഫീൽ അവരുടെ മൈൻഡിൽ വന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും 1 or 2 സെഗ്മെൻറ്റിലൊക്കെ നിന്നാലാണ് നമുക്കിത് സാധിക്കുള്ളൂ. അതല്ലാതെ ഒരുപാട് സ്ഥലങ്ങളിൽ പരത്തിയിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിൽ മത്സരിക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ കോമ്പറ്റീഷൻ, നിങ്ങളുമായി മത്സരിക്കുന്ന മറ്റുള്ളവർ എത്ര വിലയ്ക്കാണ് വിൽക്കുന്നത് ആ വില തന്നെ ഇട്ട് നിങ്ങൾക്കും വിൽക്കേണ്ടതായിട്ട് വരും. അതിന് മേളിലായിട്ട് വില കയറ്റാനായിട്ട് സാധിക്കില്ല. എന്നാൽ ആ വിലക്ക് വിൽക്കാൻ നോക്കിയാലോ നമുക്ക് വേണ്ടത്ര ലാഭവും കിട്ടില്ല. പലരും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറയ്ക്കാനായിട്ട് നോക്കും, നിലവിലുള്ളതിനേക്കാൾ വില കുറച്ച് വിൽക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള മറ്റാളുകൾ നമ്മളെക്കാളും വില കുറയ്ക്കും. അപ്പോൾ ഇതൊരു പ്രൈസ് വാറാണ്. അവരും കുറയ്ക്കും, നമ്മളും കുറയ്ക്കും, അവരും കുറയ്ക്കും, നമ്മളും കുറയ്ക്കും. അങ്ങനെ ഇങ്ങനെ ചാടി ചാടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആർക്കും ലാഭമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ തുടക്കം തന്നെ നമ്മളിത് അങ്ങ് ഫിക്സ് ചെയ്യണം, ഞങ്ങൾ ഇന്ന വിഭാഗം കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്, ഒരു പ്രൊഡക്റ്റാണ്, ഒരു ബ്രാൻഡാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ്. ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് കുറേ കൂടി എളുപ്പമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റുള്ളവരുമായിട്ടുള്ള മത്സരം പരമാവധി കുറച്ചിരുന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ളൊരു ഫ്രീഡം കിട്ടും വിലയിടാനായിട്ട്. നമ്മളുടെ പ്രൈസ് മാർക്കറ്റ് തീരുമാനിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകില്ല. അത് വലിയൊരു അപകടമാണ്. മാർക്കറ്റ് വില തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ വലിയ ആളുകൾക്ക് മാത്രമാണ് അവിടെ കാശ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ പ്രൈസ് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണം, സംരംഭകരായിട്ടുള്ള നമുക്ക് വേണം. എന്നാൽ മാത്രമാണ് അവിടെ നമ്മൾ ഉദ്ദേശിച്ച ലാഭം ഇട്ട് വിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നിങ്ങൾ എല്ലാവരും പരത്തി എല്ലാ ടാർഗറ്റ് ഓഡിയൻസിനെയും പിടിച്ച് എല്ലാവരെയും സെർവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റോ സർവീസോ ആയി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കോമൺ ജനറിക് ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റി ടൈപ്പ് പ്രൊഡക്റ്റായിട്ട് മാറി, അല്ലെങ്കിൽ സർവീസായിട്ട് മാറി. അപ്പോൾ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിനെ മാത്രം പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉദ്ദേശിച്ച പ്രൈസ് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ് ഫിക്സ് ചെയ്യാന്നുള്ള കാര്യമാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ലാഭത്തിൽ തന്നെ വിൽക്കാനായിട്ട് നോക്കണം. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അവിടെ നിന്ന് പതിയൊക്കെ ലാഭം ഉണ്ടാക്കാന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചറിൻ്റെ ഒരു എന്താ പറയുക, അവരുടെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാതെ സാധാ ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാനായിട്ട് നോക്കാം. തുടക്കം തന്നെ ലാഭകരമായിട്ട് വിൽക്കാനായിട്ട് നോക്കാം. ഈ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അവരെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും, അല്ലെങ്കിൽ സർവീസ് എന്തോ ആയിക്കോട്ടെ, അവർ ആദ്യം തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് നിലവിൽ അത് വിറ്റുകൊണ്ടിരിക്കുന്ന പ്രൈസ് എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ താഴെ കൊണ്ടുവന്ന് വിലയിടും. പലരും പറയണതാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് ഇതിനേക്കാൾ വില കുറച്ച് വിൽക്കാനായിട്ട് സാധിക്കും, ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് കരുതി ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിയാൻ നേരത്ത് ആദ്യ സമയത്തില്ലാത്ത പല കോസ്റ്റുകളും നമ്മളുടെ മുമ്പിലേക്ക് എന്തായാലും വരും. നമ്മൾ എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിയാലും നമ്മൾ തുടക്കത്തിൽ കാണാത്ത പല പുതിയ കോസ്റ്റുകളും പുതിയ എക്സ്പെൻസുകളും നമ്മളുടെ ബിസിനസ്സിലേക്ക് കടന്നു വരും. അപ്പോൾ ഓൾറെഡി ഒരു മാർക്കറ്റിൽ ഒരു വിലയിട്ട് ഒരാളൊരു പ്രൊഡക്റ്റ് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി അതിനെ വില കുറച്ച് ആ മാർക്കറ്റിനെ ഇടിച്ച് കളയാതിരിക്കുക. ഇത് നിങ്ങൾക്കും അപകടമാണ്. നിങ്ങൾ കുറച്ച് സെയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് കരുതിയിട്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യണത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സെയിൽ വരാൻ നേരത്ത് കൂടുതൽ എക്സ്പെൻസുകളും അതിൻ്റെ കൂടെ തന്നെ വളരും. അങ്ങനെ ആ എക്സ്പെൻസുകൾ വളരാൻ നേരത്ത് നിങ്ങൾക്ക് ലാഭമില്ലാതെ പോകും. അങ്ങനെ പെട്ടെന്നൊരു വില കുറച്ച് കഴിഞ്ഞാൽ നാളെ തന്നെ വീണ്ടും പോയി വില കൂട്ടാനായിട്ട് സാധിക്കില്ല. ഇറങ്ങുന്ന എല്ലാവരുടെയും സ്ട്രാറ്റജി ഇതാണ്. മാർക്കറ്റിൽ ഇപ്പോൾ എത്ര രൂപക്കാണ് സാധനം വിൽക്കണമെന്ന് നോക്കും, അതിൻ്റെ താഴെ കൊണ്ടുവന്ന് പ്രൈസ് വെക്കും. അപ്പോൾ ഓൾറെഡി വിൽക്കുന്ന ആളുകൾക്ക് സെയിൽ കുറയണ കാണാൻ നേരത്ത് അവർ കുറേ കാലമായി ആ ബിസിനസ് നടത്തുന്നത്, അത് ഓൺലൈനിലാവട്ടെ പുറത്താവട്ടെ, അവരുടെ ഇത് കാണാൻ നേരത്ത് കുറയാൻ നേരത്ത് അവരും വില കുറയ്ക്കലോടും. പിന്നെ ആർക്കും ഇല്ലാത്തൊരവസ്ഥ വരും. നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത് ഇത്ര രൂപയുടെ ടേൺ ഓവർ കിട്ടി എന്നുള്ള രീതിയിലല്ല, ലെഫ്റ്റ് ഓവർ എത്രയാണ്, ടേൺ ഓവർ എത്രയാണെന്ന് പറയാം, ലെഫ്റ്റ് ഓവർ എത്രയാണ്, ബാക്കി എന്തുണ്ട്. നമുക്ക് കിട്ടുന്നതെല്ലാം നമുക്ക് സ്വതന്ത്രമായിട്ട് എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് സ്വതന്ത്രമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനത്തിൻ്റെ പേരാണ് ലാഭം എന്നുള്ളത്. അപ്പം ലാഭം ഇല്ലാതെ തന്നെയാണ്, ലാഭം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലാതെയാണ് നമ്മൾ സെയിൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ എത്ര സെയിൽ വന്നിട്ടും കാര്യമില്ല. അതിലൂടെ അധികം ആളുകളും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്, ഞാൻ തുടക്കം തന്നെ പറഞ്ഞു, ഈ വീഡിയോ സ്മോൾ ബിസിനസ്സുകളെ ഉദ്ദേശിച്ചിട്ടുള്ള വീഡിയോയാണ്. വലിയ സ്റ്റാർട്ടപ്പ് രീതിയിലെല്ലാം ഒരുപാട് ഫണ്ട് റേസ് ചെയ്തിട്ട് ചെയ്യണം, അതിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. അത്തരം ഐഡിയ ഉള്ളവർ ചിലപ്പോൾ ഇതിനെ എതിർത്തേക്കാം. പക്ഷേ നിങ്ങളിൽ അധിക പേരും ബിസിനസ് തുടങ്ങുന്നത് എന്തിനാണ്? അതിലൂടെ ഒരു വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, അതിലൂടെ മെച്ചപ്പെട്ട ഒരു ലിവിങ് സ്റ്റാൻഡേർഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പലരും ചെയ്യണം. അല്ലാതെ ലോകത്തെ മാറ്റിമറിക്കുക, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഗതികൾ കൊണ്ടുവരിക, ഇങ്ങനത്തെ ലക്ഷ്യമൊന്നും വെച്ചിട്ടല്ല അധിക പേരും ബിസിനസ്സിലേക്ക് ഇറങ്ങണേ. പണം തന്നെയാണ് അവരുടെ ലക്ഷ്യം.
വരുമാനം കൂടുതലായിട്ട് ഉണ്ടാക്കുക, അതിലൂടെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ഇതാണ് നിങ്ങളുടെ ഗോളെങ്കിൽ ഞാൻ ഈ പറയുന്ന മെത്തേഡാണ് വർക്കൗട്ട് ആവുള്ളൂ. മറ്റത് വർക്കൗട്ട് ആവില്ല. കുറേ സെയിലുണ്ടാക്കി കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പതിയെ പതിയെ ലാഭകരമായിട്ട് മുന്നോട്ട് പോകാമെന്നല്ല, നമുക്ക് ഡേ 1 മുതൽ പ്രോഫിറ്റബിൾ ആവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടതാണ് നമ്മൾ ഉദ്ദേശിച്ച വിലയ്ക്ക് ഇത് വിൽക്കാനായിട്ട് സാധിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ലാഭകരമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെയും ടാർഗറ്റ് മാർക്കറ്റ് ആളുകൾക്കൊരു പ്രത്യേകത ഫീൽ ചെയ്യണം. ഇത് സ്പെഷ്യലാണെന്ന് തോന്നിയാൽ മാത്രമാണ് ഇതിന് സ്പെഷ്യൽ പ്രൈസ് അവർ പേ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിനെ എന്തൊക്കെ സ്പെഷ്യലാക്കി മാറ്റാനായിട്ട് സാധിക്കുമോ അതെല്ലാം നമ്മൾ ചെയ്യുക. യുണീക്കായിട്ട് ഇപ്പം നമ്മളുടെ ലോഗോ എടുത്ത് മാറ്റിയെന്ന് വിചാരിക്കുക. നമ്മളുടെ പ്രൊഡക്റ്റും നമ്മളുടെ കോമ്പറ്റീറ്ററുടെ പ്രൊഡക്റ്റും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് അത് നമ്മൾ കൃത്യമായിട്ട് ചോദിക്കുക. നമുക്ക് എന്തെങ്കിലും പാക്കേജിൽ വ്യത്യാസം വരുത്താൻ പറ്റുമോ, ഷേപ്പിൽ വ്യത്യാസം വരുത്താൻ പറ്റുമോ, മാർക്കറ്റിംഗ് മെസ്സേജ് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കുമോ, അങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ, വളരെ ലോ കോസ്റ്റിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ അതൊക്കെ നിങ്ങൾ ചെയ്യുക. കാരണം അതെല്ലാം തന്നെ കസ്റ്റമറുടെ മൈൻഡിൽ ഇത് സ്പെഷ്യലാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കും. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ ഇതിൽ സൂചിപ്പിക്കാം. എക്സ്പെൻസുകളിൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കരുത്. പല സംരംഭകരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്, അവർക്ക് സെയിൽ അങ്ങോട്ട് കൂടാൻ നേരത്ത് അതിൻ്റെ ഒപ്പം തന്നെ എക്സ്പെൻസും കൂടും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു മാസം നല്ല രീതിയിൽ സെയിൽ വരാൻ നേരത്ത് നിങ്ങളുടെ മനസ്സിനെ അത് തെറ്റിദ്ധരിപ്പിക്കും. എല്ലാ മാസവും എനിക്ക് ഇതേപോലെ കിട്ടും, അടുത്ത മാസം കിട്ടും, ഇനി മുതൽ എൻ്റെ വരുമാനം ഇതാണെന്നുള്ളൊരു ഫീല് വരും. ഇപ്പോൾ നല്ല സെയിൽ കിട്ടി, നിങ്ങൾക്ക് 1,00,000 രൂപ ലാഭത്തിൽ വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആ 1,00,000 രൂപ ലാഭം എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിനെ ട്രിക്ക് ചെയ്യും. ഇനി വരാനിരിക്കുന്ന മാസങ്ങളിലും എൻ്റെ ഓരോ മാസത്തെ വരുമാനം ഇതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 1,00,000 മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എക്സ്പെൻസുകൾ കൂട്ടാനായിട്ട് തുടങ്ങും. കൂടുതൽ വില കൂടിയ ഫർണിച്ചറുകൾ, നിലവിലുള്ള ഓഫീസ് മാറ്റിയിട്ട് പുതിയ ഓഫീസ് എടുക്കാനായിട്ട് നോക്കും. ഓൾറെഡി നിങ്ങൾക്കൊരു വാഹനമുണ്ട്, ആ വാഹനം മാറ്റി പുതിയ വാഹനം എടുക്കാനായിട്ട് നോക്കും. അങ്ങനെ എന്തൊക്കെ പുതിയ പുതിയ എക്സ്പെൻസുകൾ ആഡ് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ആഡ് ചെയ്യാനായിട്ട് നോക്കും. വലിയ അപകടത്തിലേക്കാണ് പോണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ആ എക്സ്പെൻസുകളെല്ലാം തിന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി നിങ്ങളുടെ ലാഭത്തിനെയാണ്. പിന്നെ ഒരു കാര്യം ഓർക്കുക, നമ്മളിപ്പോൾ ആകാശമൊക്കെ ഇപ്പോൾ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്, ഒരു വലിയൊരു മഴക്കാലം വരാനുണ്ട് ബിസിനസ്സിലേക്ക്, സെയിലില്ലാത്ത പ്രതിസന്ധികൾ വരാനുണ്ട് ബിസിനസ്സിലേക്ക്. അപ്പോൾ ആ സമയത്ത് നമുക്കെടുത്ത് ഉപയോഗിക്കണമെങ്കിൽ നമ്മളുടെ ചിലവുകളും കാര്യങ്ങളും എല്ലാം നടന്നു പോകണമെങ്കിൽ നമുക്ക് റെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും, എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർക്ക് സാലറി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകണമെങ്കിൽ നമ്മുടെ അടുത്ത് എന്ത് വേണം? റിസർവിൽ കുറച്ച് കാശ് വേണം. നമ്മുടെ അടുത്ത് റിസർവിൽ കുറച്ച് കാശ് നമ്മുടെ അടുത്ത് വേണം. ഈ റിസർവിൽ കാശ് വെക്കാതെ അതടക്കം എടുത്ത് നിങ്ങൾ എക്സ്പെൻസിലേക്ക് വെക്കാൻ നേരത്തെ എന്താ പ്രശ്നം എന്നറിയും? എല്ലാ മാസവും 1,00,000 രൂപ നമുക്ക് ഇൻകമായിട്ട് വന്നാൽ മാത്രമാണ് നിലവിലുള്ള എക്സ്പെൻസുകളൊക്കെ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ മാസവും 1,00,000 രൂപ നമുക്ക് സെയിലിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും? അതൊരു ചോദ്യമാണ്. സാധിച്ചോളണമെന്നില്ല. കാരണം ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബിസിനസ്സുകാരോട് നിങ്ങൾ ചോദിക്കുമോ, ബിസിനസ് എന്ന് പറഞ്ഞാൽ കയറ്റിറക്കങ്ങളാണ്. ഈ പലരും ഏതെങ്കിലുമൊക്കെ ജോലിയിൽ നിന്നിട്ട് അതിൽ നിന്ന് ബിസിനസ്സിലേക്ക് വന്ന ആളുകളാണ്. ജോലിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം കൃത്യമായിട്ട് ഒരു ഫിക്സഡ് സാലറി കിട്ടും, അതെല്ലാ മാസവും അങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ ആ പ്രഡിക്ഷൻ നിങ്ങൾ അതേ മൈൻഡ് സെറ്റ് കൊണ്ടുവന്ന് ബിസിനസ്സിൽ വെക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് തവിട് പൊടിയാവും. കാരണം കയറ്റിറക്കങ്ങളാണ്, പീക്സ് ആൻഡ് വാലീസാണ്. ഒരു മാസം നല്ല സെയിലുണ്ട്, അടുത്ത മാസം നല്ല രീതിയിൽ ഇടിയും. അത് ഒരാഴ്ച നല്ല സെയിലുണ്ട്, അടുത്ത 2 ആഴ്ചകളിൽ ചിലപ്പോൾ സെയിൽ ഉണ്ടാവില്ല. നമുക്ക് ഫിക്സഡ് ആയിട്ട് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. വളരെ പ്രയാസമാണ് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു റവന്യൂ ബിസിനസ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഇനി പ്രഡിക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ തന്നെ അത് ലേറ്റർ സ്റ്റേജിൽ കുറച്ചങ്ങ് ബിസിനസ് റൺ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് പറ്റുള്ളൂ. ഇനീഷ്യൽ സ്റ്റേജിൽ പറ്റൂല. കാരണം ഇനീഷ്യൽ സ്റ്റേജിലെല്ലാം പരീക്ഷണങ്ങളാണ്, എല്ലാം നമുക്ക് പുതിയതാണ്. അപ്പോൾ തുടക്കം തന്നെ കുറച്ച് ലാഭം കണ്ടു എന്ന് കരുതി ഓടിപ്പോയി നിങ്ങൾ എക്സ്പെൻസുകൾ കൂട്ടരുത്. ഈ എക്സ്പെൻസുകൾ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. ഉദാഹരണം, നിങ്ങൾ നിലവിലിപ്പോൾ ഉള്ള ഓഫീസും മാറ്റി പെട്ടെന്ന് പുതിയ ഒരു ഓഫീസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അഡ്വാൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. എഗ്രിമെൻ്റ് ചെയ്തു, 1 വർഷം 2 വർഷമൊക്കെ എഗ്രിമെൻ്റ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ സെയിൽ ഇടിയാൻ നേരത്ത് പഴയ ഏതെങ്കിലും കുറഞ്ഞ റെൻറ്റിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. കാരണം നിങ്ങൾ കൊടുത്തേക്കണ അഡ്വാൻസ് അവർ തിരിച്ചു തരില്ലല്ലോ. അവർ പറയും നമ്മുടെ എഗ്രിമെൻറ്റ് പ്രകാരം ഇതാണ്, അഡ്വാൻസൊക്കെ ഞാൻ അടുത്ത് ഉപയോഗിച്ചു എന്ന് ബിൽഡിങ്ങിൻ്റെ ഓണർ പറയും. അപ്പോൾ നിങ്ങൾ അവിടെ സ്റ്റക്കായില്ലേ? അപ്പോൾ കൂടുതൽ റെൻറ്റ് നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരില്ല. എന്നാൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തേർന്നെങ്കിലോ, ആ പഴയ ഓഫീസിൽ തന്നെ നിങ്ങൾ സ്റ്റേ ചെയ്തേർന്നെങ്കിൽ ഈ അപകടത്തിൽ പോയി നിങ്ങൾ ചാടൂലായിരുന്നു.
കാരണം സാലറിയിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ജോലിയിൽ നിന്ന് വരുന്ന എല്ലാ ബിസിനസ്സുകാരും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന തുടക്കക്കാർ വരുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ഇതാണ്. അവർക്ക് ഒരു മാസം നല്ല സെയിൽ അങ്ങ് കിട്ടാൻ നേരത്ത് അവരുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് മാറും. ബിസിനസ്സിലെ ലൈഫ് സ്റ്റൈലും മാറും, അവരുടെ പേഴ്സണൽ ലൈഫ് സ്റ്റൈലും മാറും. കൂടുതൽ ലോണുകളിലായിട്ട് അവർ പോകും. കൂടുതൽ വരവ് വരാൻ നേരത്ത് അതിനെ കവച്ച് വെക്കുന്ന ചിലവുകൾ അവർ ഉണ്ടാക്കി വെക്കും. വലിയ അപകടമാണ്. സംഗതി പൂട്ടേണ്ടതായിട്ട് വരും. ഈവൻ ബിസിനസ് കൂട്ടിയാൽ പോലും പലരുടെയും പേഴ്സണൽ ലോണുകളും കാര്യങ്ങളൊക്കെ അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ നിങ്ങളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് പെട്ടെന്ന് മാറ്റാതിരിക്കുക. അത് ബിസിനസ്സിലെ ലൈഫ് സ്റ്റൈലാണെങ്കിലും പേഴ്സണൽ ലൈഫ് സ്റ്റൈലാണെങ്കിലും കുറച്ച് സെയിൽ കിട്ടിയെന്ന് കരുതി പെട്ടെന്ന് അത് ചേഞ്ച് ചെയ്യാൻ നിൽക്കരുത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ആകാശമൊക്കെ തെളിഞ്ഞ് നിൽക്കുകയാണ്. ഒരു മഴക്കാലം വരാനുണ്ട്. ആ മഴക്കാലത്തേക്ക് വേണ്ടി തയ്യാറായിട്ടിരുന്നു. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്കൊരു കസ്റ്റമറെ കണ്ടെത്താനായിട്ട് ഒന്നിലധികം മാർഗങ്ങൾ നിങ്ങളെപ്പോഴും തേടിക്കൊണ്ടിരിക്കുക. പലരും ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരു പ്രൊഡക്റ്റോ എന്തെങ്കിലും ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇറക്കേണ്ട താമസം ഒരുപാട് പേര് ഓടി വന്ന് അവരുടെ അടുത്ത് നിന്ന് ആ പ്രൊഡക്റ്റ് വാങ്ങുന്നതാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോണില്ല. മിക്ക ഭൂരിപക്ഷം വരുന്ന സംരംഭകരുടെയും ഫോക്കസ് പോണത് പ്രൊഡക്റ്റിലേക്കും സർവീസിലേക്കും ആ സ്ഥാപനത്തിലേക്കും ഒക്കെയാണ്. ഇതിനാവശ്യമായിട്ടുള്ള കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ വരേയില്ല. പിന്നെ അതിലേക്ക് ഇറങ്ങി അവർ സെയിലൊന്നുമില്ലാതെ ഈച്ചയായിട്ട് ഇരിക്കാൻ നേരത്താണ് അവരുടെ തലയിൽ ഈ ചിന്ത വന്നത്. എങ്ങനെ കസ്റ്റമറെ കണ്ടെത്താന്നുള്ള ചിന്ത വന്നത്. അവിടെ വെച്ചിട്ടാണ് അവർ മാർക്കറ്റിങ്ങിനെ പഠിക്കാനായിട്ട് നോക്കുന്നത്. ഇത്രയും കാലം അവഗണിച്ചിട്ട സാധനത്തിനെ ഇപ്പോൾ അവരുടെ തലയിലേക്ക് എടുത്തു വെക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിലൊന്നും നടക്കണില്ല. മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ബിസിനസ്സിൽ. എന്താണ് മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള കസ്റ്റമറെ കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മളെന്നൊരു സ്ഥാപനം വ്യക്തി പ്രൊഡക്റ്റ് ഉണ്ടെന്ന് അവരെ അറിയിക്കുക, നമ്മളുടെ പ്രൊഡക്റ്റ് അവർക്ക് വിൽക്കുക, അവരെ നമ്മളുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് നിലനിർത്തുക. ഇതിനു വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും കോമൺ ആയിട്ട് നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ കണ്ടെത്തുക എന്നുള്ള പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കണം. വെയിറ്റ് ചെയ്തിരിക്കുകയല്ല വേണ്ടത്. ഒരു പ്രൊഡക്റ്റ് ഇറക്കി എന്ന് പറയുമ്പോൾ ഇവർ ഫോക്കസ് എല്ലാം പ്രൊഡക്റ്റിലും ഇതിലുമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു പ്രത്യേക സർവീസായിട്ട് വന്നില്ലെങ്കിലും ഈ ലോകത്തിന് ഒന്നും തന്നെ സംഭവിക്കാൻ പോണില്ല. നിങ്ങളുടെയും കൂടി ഒരു പ്രൊഡക്റ്റിൻ്റെ ആവശ്യം ഈ ലോകത്തിനില്ല. ഇവിടെ ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകളല്ലാതെ ഉണ്ട്. ഇപ്പം നിങ്ങളൊരു ഷർട്ടിൻ്റെ ബ്രാൻഡാണ് ഇറക്കണമെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ ഒരു ബ്രാൻഡ്? ഇവിടെ ഇഷ്ടംപോലെ ഷർട്ടുകളുണ്ടല്ലോ. ചിലപ്പോൾ പറയായിരിക്കും അത് ക്വാളിറ്റി ഉള്ള ഒരുപാടുണ്ടല്ലോ, ക്വാളിറ്റി ഉള്ള ലോ പ്രൈസിന് കിട്ടുന്നതുണ്ട്. എന്തിനാണ് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ആവശ്യം? നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇവിടെ ഇല്ലെങ്കിലും ഒന്നും തന്നെ സംഭവിക്കാൻ പോണില്ല. ഈ ലോകം മുന്നോട്ട് തന്നെ പോകും. യാതൊന്നും ഇവിടെ സംഭവിക്കില്ല. നിങ്ങൾക്കാണ് കസ്റ്റമറെ വേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ആദ്യം പഠിക്കേണ്ട കാര്യമാണ് ഏതെല്ലാം മാർഗങ്ങളിലൂടെ കൂടുതൽ കസ്റ്റമേഴ്സിനെ എൻ്റെ ബിസിനസ്സിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിംഗ് ചാനൽസ് എന്ന് ഇതിനെ നമ്മൾ പറയും ബിസിനസ്സിൽ. ഏതെല്ലാം മാർഗത്തിലൂടെ എൻ്റെ ബിസിനസ്സിലേക്ക് കൂടുതൽ കസ്റ്റമറെ എത്തിക്കാനായിട്ട് സാധിക്കും, എന്തെല്ലാം മാർഗങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും, സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും, അതല്ലെങ്കിൽ റീസെല്ലേഴ്സിന് നിങ്ങളുടെ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് മാർഗങ്ങളുണ്ട്. റൂട്ട് സെയിൽ, അങ്ങനെ ഒരുപാട് മാർഗങ്ങൾ. ഇതിനെപ്പറ്റി എല്ലാം തന്നെ നിങ്ങൾ തുടക്കം തന്നെ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് കൂടുതൽ കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും വേണം. കാരണം കൂടുതൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് ധാരാളം നമ്മളുടെ ബിസിനസ്സിലേക്ക് കടന്നു വന്നാൽ മാത്രമാണ് ആ ബിസിനസ്സിനെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കുള്ളൂ. ഈ ബിസിനസ് വളർത്തണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നാലാണ് വരുമാനം കൂടുള്ളൂ. നമ്മളുടെ വരുമാനം കൂടണമെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരണം. അപ്പം മാക്സിമം നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമ്മൾ തുടക്കം തന്നെ ചിന്തിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് അവിടെ ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. ചിലപ്പോൾ അത് ലോകത്തിലെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആയിരിക്കാം, പക്ഷേ ഇത് ആർക്കും അറിയില്ലെങ്കിൽ ആരും അത് വാങ്ങാൻ പോണില്ലല്ലോ. പലരുടെയും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കൈ കെട്ടിയിരിക്കുക എന്നുള്ളതാണ്. അതൊരിക്കലും ഒരു സ്ട്രാറ്റജി അല്ല. പാസീവായിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ്. എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇനി ആളുകൾ വേണമെങ്കിൽ വന്ന് വാങ്ങട്ടെ, ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെ ആരും പറയൂല്ലെങ്കിലും പക്ഷെ അവരുടെ പ്രവൃത്തികൾ സൂചിപ്പിക്കണ ഇതാണ്. അപ്പോൾ കസ്റ്റമറെ ധാരാളമായിട്ട് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം ഒരു സംരംഭം കോൺടാക്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാച്ചുറലായിട്ടുള്ള കോസ്മെറ്റിക് ഐറ്റംസാണ്. അതെങ്ങനെ കസ്റ്റമറിലേക്ക് എത്തിക്കാമെന്നൊക്കെ ഉള്ള രീതിയിലാണ് കോൺടാക്ട് ചെയ്തത്. പക്ഷെ അപ്പോഴും അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ക്വാളിറ്റീനെ പറ്റിയിട്ടും, ഇത് ഞങ്ങൾ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കുന്നതാണ്, അതിൽ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യണില്ല. അതൊക്കെ ശരിയാണ്. അതേപോലത്തെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നേ.
എന്തിനാണ് നിങ്ങളുടെ ഒരു ഓർഗാനിക്കും കൂടി കാര്യം? നിങ്ങളുടെ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വലിയ സംഭവമായിരിക്കാം, പക്ഷേ ഇതിനാവശ്യമായിട്ടുള്ള കസ്റ്റമറെ കണ്ടെത്താനുള്ള ആ സംസാരം ആദ്യം സംസാരിക്കുക. ഇതിന് വേണ്ടിയിട്ടുള്ള കസ്റ്റമറെ എങ്ങനെയൊക്കെ കണ്ടെത്താം, ഇതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അതല്ലാതെ ആ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഒരുപാടുണ്ട്. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാക്സിമം നമ്പർ ഓഫ് കസ്റ്റമറെ കണ്ടെത്താനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഏതെല്ലാം രീതിയിലൂടെ, പുതിയ മാർഗത്തിലൂടെ എനിക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ എൻ്റെ ബിസിനസ്സിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും, അതിലൂടെ കൂടുതൽ സെയിൽ വർദ്ധിപ്പിക്കാനും നമ്മളുടെ വരുമാനം കൂട്ടാനായിട്ട് സാധിക്കും. ഓൺലൈനിലാണ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിലവിലുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കുക. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഇട്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമല്ല, ഇത് ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പോൾ ആ വീഡിയോ പോയി നിങ്ങൾ കാണാം. ഓൺലൈനിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. ഇനി ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ പരസ്യമെല്ലാം കൊടുത്തു, ഓൺലൈനിലാവട്ടെ സോഷ്യൽ മീഡിയയിലാവട്ടെ പല രീതിയിലുള്ള പരസ്യങ്ങളെല്ലാം കൊടുത്തു. ഇനി കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ് കസ്റ്റമറെ നമ്മൾ മീറ്റ് ചെയ്യണത്. അത് ഓൺലൈനിലായിരിക്കാം, വാട്സപ്പിലായിരിക്കാം, അങ്ങനെയാവാം. ഇപ്പോൾ ഈ കസ്റ്റമറെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ അധിക പേരും നേരിടാൻ പോണ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരുപാട് സംരംഭകർ ഇത് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ പരസ്യം കൊടുക്കുന്നുണ്ട്. പരസ്യം കൊടുത്ത ആളുകൾ വരുന്നുണ്ട്, എൻക്വയറി ചോദിക്കുന്നുണ്ട്, പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ വില ചോദിക്കുന്നു. പിന്നെ ഇവർ വാങ്ങുന്നില്ല, ഡിസപ്പിയർ ആയി പോവാണ്. എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവണില്ല. വില കറക്റ്റാണ്, അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ഓക്കെയാണ്, നല്ല പ്രൊഡക്റ്റാണ്, ഇതെല്ലാം ശരിയാണ്. പക്ഷേ എന്തുകൊണ്ട് ഇവർ വാങ്ങുന്നില്ല? ഇവർക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യണത്? നമ്മളെ ടൈം എന്തിനാണ് ഇവർ വെറുതെ വേസ്റ്റ് ചെയ്യണത്? ഇവർക്ക് ആവശ്യമില്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാതിരുന്നാൽ പോരെ. നമ്മുടെ ടൈമും വേസ്റ്റ് ചെയ്ത് നമുക്ക് ഒരു ആഗ്രഹവും തന്ന് വാങ്ങാതെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണല്ലോ, ഒരു നിരാശയും തന്നിട്ട് അവരങ്ങ് പോവുകയാണ്. എന്താണ് ഇവിടെ നേരിടണ പ്രോബ്ലം എന്താണെന്നുള്ളത് നമുക്ക് അങ്ങോട്ട് ക്ലിക്ക് ആവണില്ല. ഒരുപാട് സംരംഭകർ നേരിടുന്ന പ്രശ്നമാണ്. നിങ്ങൾ മറ്റുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മാർക്കറ്റിംഗ് ടീമിനെയൊക്കെ കോൺടാക്ട് ചെയ്താലും അവർ പറയുക ചിലപ്പോൾ വില കുറയ്ക്കാനൊക്കെ അവർ പറഞ്ഞുതരും. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിയോ? യഥാർത്ഥ പ്രശ്നം വേറെ ഒന്നുമല്ല, പരസ്യം കണ്ടുവരുന്ന കസ്റ്റമേഴ്സിൽ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് പരസ്യം കണ്ട് അപ്പം തന്നെ ഡിസിഷൻ എടുത്ത് വാങ്ങാൻ, ആ സെയിം ഡേയിൽ തന്നെ ഡിസിഷൻ എടുത്ത് വാങ്ങാൻ തയ്യാറായിട്ടുള്ളൂ. അതല്ലാത്ത ഒരു വലിയ വിഭാഗം അവർക്ക് കുറച്ചും കൂടി ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടണം. ഒരു ട്രസ്റ്റ് ഉണ്ടായതിന് ശേഷം മാത്രമാണ് അവിടെ സെല്ല് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ കസ്റ്റമറെ നമ്മൾ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു, അടുത്ത സ്റ്റേജിൽ തന്നെ അവർ വാങ്ങിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇവരെ നർച്ചർ ചെയ്യണം, ഇവരെ ഫോളോ അപ്പ് ചെയ്യണം, കൂടുതലായിട്ട് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മുമ്പ് വാങ്ങിച്ച ആളുകളുടെ ടെസ്റ്റിമോണിയൽസ് ഉണ്ടെങ്കിൽ ഇവർക്ക് അത് അയച്ചു കൊടുക്കണം. കൂടുതൽ നേരം കസ്റ്റമേഴ്സിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. വില കൂടിയ പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ, ചെറിയ ചെറിയ പ്രൊഡക്റ്റുകളല്ല, നല്ല വിലയുള്ള പ്രൊഡക്റ്റുകളാണെങ്കിൽ കൂടുതൽ നേരം അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. കൂടുതൽ നേരം അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക ഈക്വൽസ് സെയിൽ എന്നാണ് അർത്ഥം. അപ്പോൾ കൂടുതൽ ഫോളോ അപ്പുകൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം തന്നെ അവർ വാങ്ങാൻ തയ്യാറായില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് വേറെ പ്രശ്നമുള്ളതുകൊണ്ടല്ല, പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമോ വിലയുടെ പ്രശ്നമൊന്നുമല്ല. ഓടിപ്പോയി വിലയൊന്നും കുറച്ചേക്കരുത് കേട്ടോ. ചിലവർ അങ്ങനത്തെ അബദ്ധമൊക്കെ കാണിക്കുന്നുണ്ട്. വലിയ മണ്ടത്തരാണത്, പമ്പര വിഡ്ഢിത്തരാണത്. നിങ്ങൾക്ക് പരസ്യം കൊടുത്തു, കസ്റ്റമർ വന്നു, അവിടെ സെയിലില്ലാന്ന് കരുതി ഓടിപ്പോയി നിങ്ങൾ വില കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ അബദ്ധം കാണിക്കണേന്നറിയോ? വേറെ ഒന്നുമല്ല, നമ്മളൊരു വില ഫിക്സ് ചെയ്യാൻ നേരത്ത് നമുക്ക് ആ വിലക്ക് വിറ്റാലാണ് മുതലാവുള്ളൂ. നമ്മളെടുക്കുന്ന പണിക്ക് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ആ വിലക്ക് വിറ്റാലാണ് നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിലയെ തൊട്ടിട്ടുള്ള കളികളൊന്നും തന്നെ വേണ്ട. വിലയല്ല ഇവിടുത്തെ പ്രശ്നം, വില ഏറ്റവും അവസാനം തൊടാനുള്ള സംഗതിയാണ്. എല്ലാം ചെയ്ത് പരാജയപ്പെട്ടതിന് ശേഷം മാത്രമാണ് വില കുറയ്ക്കുക എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ചർച്ച തന്നെ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടേണ്ടിയിരുന്ന ലാഭം നഷ്ടമായി എന്നാണ്. പിന്നെ വില നമുക്ക് തോന്നിയ പോലെ കുറയ്ക്കാൻ പറ്റിയ സംഗതിയല്ല. ഇനിയിപ്പോൾ കുറച്ചാൽ തന്നെ പെട്ടെന്ന് അങ്ങനെ കൂട്ടാനും പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓടിപ്പോയി വില കുറയ്ക്കരുത്. നമുക്ക് മറ്റ് വഴികളെല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ. കാരണം കസ്റ്റമർ റെഡിയാണ് നിങ്ങളിട്ട വിലക്ക് പേ ചെയ്യാനായിട്ട്. പക്ഷേ നിങ്ങൾ പോയി വില കുറച്ചതുകൊണ്ട് ഇപ്പോൾ ആ കുറഞ്ഞ വിലക്കല്ലേ അവർ വാങ്ങുള്ളൂ. അപ്പോൾ അതാണ് വിഷയം. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞ ആഴ്ച വിളിച്ചൊരു സംരംഭകൻ ഇതേ സെയിം അബദ്ധം ആരോ പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞ് അത് ചെയ്തു. അപ്പോഴും സെയിലില്ല. മുമ്പ് ഒരു സെയിൽ നടക്കാൻ നേരത്ത്, ഞാൻ പറയണത് നിങ്ങൾക്ക് ക്ലിയർ ആവണ്ടല്ലോ, മുമ്പ് ഒരു സെയിൽ നടക്കാൻ നേരത്ത് ലാഭമെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പം സെയിലും ഇല്ല, ലാഭവും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചെന്നെത്തും. കാരണം വില കുറച്ചില്ലേ, വില കുറച്ചാൽ ലാഭം കുറയല്ലേ നമ്മളുടെ.
മറ്റെന്തൊക്കെ മാർഗ്ഗങ്ങൾ നമുക്ക് പരീക്ഷ പോകാമായിരുന്നു. അതിനുശേഷം അവസാനം വില കുറയ്ക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്താൽ പോരെ. വില പിന്നെ ഒരു കാര്യം, നമ്മൾ ന്യായമായിട്ടുള്ളൊരു വില, നമ്മൾ മാന്യമായിട്ടുള്ള ലാഭം എടുത്തിട്ട് ഒരു പ്രൈസ്, ഒരു വില സെറ്റ് ചെയ്യാൻ നേരത്ത് ആ വിലക്ക് വിൽക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അതല്ലാതെ സെയിലില്ല എന്ന് പറഞ്ഞ് ആഴ്ചയിൽ നമുക്ക് വില കുറച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഇനി വില കുറച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, ആ വില കണ്ട കസ്റ്റമർ പിന്നീട് വില കൂട്ടാൻ പറ്റും, അവർക്കത് വിൽക്കാനായിട്ട് സാധിക്കും. ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അത് ഈ ഒരു വീഡിയോയുടെ ഭാഗമല്ല, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു 1.5 മണിക്കൂർ ഇരുന്ന് പറയേണ്ട കാര്യമാണ്. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളൂ. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വിലയല്ല ഇവിടുത്തെ പ്രശ്നം. കൂടുതൽ നേരം കസ്റ്റമറുമായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്താലാണ് ഇവിടെ നമുക്ക് സെയിൽ നടക്കുള്ളൂ. പ്രത്യേകിച്ച് വില കൂടിയ പ്രൊഡക്റ്റുകളാണ് വിൽക്കണമെങ്കിൽ. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് സെല്ലിങ് എൻവയോൺമെൻറ്റ് ഒന്ന് മാറ്റാം. നമ്മൾ സെല്ല് ചെയ്യണ ആ ഒരു, ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ പരസ്യം കൊടുക്കുന്നു, ഓൺലൈനിൽ പരസ്യം കൊടുത്തു, നിങ്ങളുടെ വാട്സപ്പിലേക്കാണ് ചാറ്റിങ്ങിന് കസ്റ്റമർ വരുന്നു, പല കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. പക്ഷേ അധിക കസ്റ്റമറും അത് വാങ്ങണില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യമാണ് എൻവയോൺമെൻറ്റ് മാറ്റാം. ചാറ്റിംഗ് എന്നുള്ള എൻവയോൺമെൻറ്റ് മാറ്റിയിട്ട് അവരെ ഡയറക്റ്റ് ഫോൺ വിളിക്കാൻ നോക്കാം, ഡയറക്റ്റ് കോളിലൂടെ ക്ലോസ് ചെയ്യാനായിട്ട് നോക്കാം. ഇതൊക്കെ കുറച്ച് വിലയുള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ വിൽക്കണമെങ്കിലാണ് ഇത് നടക്കുള്ളൂ. അല്ലാത്തവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇപ്പോൾ വാട്സപ്പിലേക്കാണ് വന്നെങ്കിൽ നിങ്ങളുടെ ആ എൻക്വയറി ചോദിച്ച് വന്നവരെയൊക്കെ മാക്സിമം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ നോക്കിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ പരിചയപ്പെടുത്താം. ഇപ്പോൾ നേരത്തെ കോസ്മെറ്റിക്കിൻ്റെ കാര്യം എടുത്താൽ തന്നെ എന്തൊക്കെയാണ് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നത്, കെമിക്കൽസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കോസ്മെറ്റിക്കുകൾ ഉപയോഗിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്. ഇപ്പോൾ ഈ അടുത്തൊക്കെ നമ്മൾ വാർത്തയിലൊക്കെ കണ്ടല്ലോ, ഈ കിഡ്നിക്ക് തകരാറ് വന്നത്, എന്തോ ക്രീമൊക്കെ തേച്ച് കിഡ്നിക്ക് തകരാറ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓർഗാനിക്കാണ്, കെമിക്കൽസ് ഉള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ളത് കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യുക, കസ്റ്റമറുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെ ഫോളോ അപ്പിൻ്റെ ഭാഗങ്ങളാണ്. നർച്ചറിങ് ആണ്. അവരെ നർച്ചറിങ് എന്ന് പറഞ്ഞാൽ എന്താ, പാകപ്പെടുത്തി എടുക്കുക എന്നാണ് അർത്ഥം. എന്തിനു വേണ്ടി പാകപ്പെടുത്തി എടുക്കുക? നമുക്ക് സെയിൽ കിട്ടാൻ പാകത്തിന് അവരെ പാകപ്പെടുത്തി എടുക്കുക. കാരണം ഇവരെല്ലാം നമ്മൾ പറയുന്നത് ലീഡ്സ് എന്നാണ്. ഇപ്പോൾ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ടെക്നിക്കൽ ഭാഷയിൽ കാശ് തന്ന് നമ്മുടെ അടുത്ത് നിന്ന് സാധനം വാങ്ങിച്ചവരെയാണ് കസ്റ്റമർ എന്ന് പറയുക. അല്ലാത്തവരെയൊക്കെ പൊട്ടൻഷ്യൽ കസ്റ്റമർ, പ്രോസ്പെക്ട്സ്, ലീഡ്സ് എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയാറ്. ഈ ലീഡിനെ നമ്മുടെ പേയിങ് കസ്റ്റമറാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും നർച്ചറിങ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ നർച്ചറിങ് അതിൻ്റെ മിഡിൽ നടക്കണം. ഓർക്കുക, കസ്റ്റമർ വരുന്നു, കസ്റ്റമറെ നർച്ചർ ചെയ്യുന്നു, ശേഷം വിൽക്കുന്നു. കസ്റ്റമർ വരുമ്പോൾ തന്നെ വിൽക്കാൻ നോക്കുമ്പോഴാണ് അധിക സമയം ഈ സെയിൽ വരാത്തത്. അതായത് പ്രൈസ് കേട്ടതിന് ശേഷം ഇവർ മടങ്ങിപ്പോകുന്നു എന്നുള്ള പരാതികളുണ്ടല്ലോ. ഇത് അധിക സമയവും നടക്കുന്നത് ഇതാണ്. ഞാൻ എൻ്റെ കോഴ്സിൽ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ വഴി കസ്റ്റമറെ കണ്ടെത്തി സെയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ള എൻ്റെ കോഴ്സിലും അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ നർച്ചറിങ്ങിലേക്ക് നിങ്ങൾ ഇറങ്ങാം. കസ്റ്റമറെ കൂടുതലായിട്ട് നർച്ചർ ചെയ്യാൻ നോക്കുക. ഈ നർച്ചർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒരു ഓഫർ പ്രസൻറ്റ് ചെയ്യാൻ നേരത്തെ കസ്റ്റമർ വാങ്ങുള്ളൂ. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുമായിട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലായിരിക്കും മാർക്കറ്റിൽ ഒരേ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്. ഞാൻ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് സർവീസ് ബേസ്ഡ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് ബാധകമാണ് കേട്ടോ. എപ്പോഴും പ്രൊഡക്റ്റ് സർവീസ് എന്ന് മാറ്റി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് പ്രൊഡക്റ്റ് എന്ന് പറയണത്. അപ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, ഇത് സർവീസ് ബേസ്ഡ് ബിസിനസ്സിനും ഇത് ബാധകമാണ്. അപ്പോൾ കസ്റ്റമേഴ്സ് വരാൻ നേരത്തെ അവരെ നമ്മൾ നർച്ചറിങ് കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് അധികം ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുമായിട്ട് മത്സരിക്കുന്നവർ നിങ്ങളും ഒക്കെ ചെയ്യണത്, കസ്റ്റമർ വരുന്നു, വേണ്ട രീതിയിലെ ഫോളോ അപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യണില്ല. അങ്ങനെ ചെയ്യാതെ വരുമ്പോൾ വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ആളുകൾ മാത്രമായിരിക്കാം നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിക്കുക. ഒരു 3% ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വാങ്ങിക്കുക നിങ്ങളുടെ അടുത്തുനിന്ന്. 100 പേര് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 3 പേര് വാങ്ങിക്കും. അങ്ങനെ വളരെ കുറഞ്ഞ എണ്ണം സെയിൽ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന ആ പരസ്യത്തിന് കാശ് കൊടുത്തിട്ടാണ് നിങ്ങൾ പരസ്യം ചെയ്യണമെങ്കിൽ കാശ് കൊടുക്കാതെയും ചെയ്യാം, അത് വേറെ വിഷയമാണ്, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇനി കാശ് കൊടുത്തിട്ട് ചെയ്യാൻ നേരത്ത്, ഈ കസ്റ്റമർ വരാൻ നേരത്ത് നമുക്ക് 3-4 പേരൊക്കെയാണ്, 3%, 4%ഒക്കെയാണ് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങണുള്ളൂ എങ്കിൽ നമ്മളുടെ ആ പരസ്യത്തിന് ഇറക്കിയ കാശ് നമുക്ക് നഷ്ടമാവും. കാരണം പരസ്യത്തിന് ഇറക്കിയതിനേക്കാൾ കൂടുതൽ വരുമാനം നമുക്ക് ലാഭത്തിൽ കിട്ടിയാലാണ് ആ ഒരു മാർക്കറ്റിംഗ് മെത്തേഡ് വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമ്മളുടെ സ്മോൾ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക്, സ്മോൾ ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ കൂടുതൽ സെയിൽ നമുക്ക് വരണമെങ്കിൽ കസ്റ്റമറുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം, കൂടുതലായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. മുമ്പ് ആരെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പം മാക്സിമം എണ്ണം കൂട്ടാനായിട്ട് നോക്കുക. അപ്പോൾ കസ്റ്റമർ വരുന്നു,
നർച്ചർ ചെയ്യുന്നു. അങ്ങനെ സെല്ല് ചെയ്യാൻ നേരത്ത് നമ്മളുടെ സെയിലിൻ്റെ എണ്ണം കൂടും. 15% ആവും, 20% ആവും, 25% ആവും. അത് ഓരോ ടൈമിലും നമ്മൾ ഫിൽട്ടർ ചെയ്ത് പഠിച്ച് എന്ത് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് സെയിൽ വന്നതെന്നുള്ളത്. ടെസ്റ്റിമോണിയൽസ് അയച്ചു കൊടുക്കുമ്പോഴാണോ സെയിൽ വന്നത്, അതല്ല കൂടുതലായിട്ട് ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ കസ്റ്റമർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കുമ്പോഴാണോ സെയിൽ വന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പക്ഷേ ഇതൊന്നും നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ചെയ്യണില്ല. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെ കൂടുതൽ സെയിൽ നിങ്ങൾക്ക് വരും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് നർച്ചറിങ്ങിന് ശേഷം ഇപ്പോൾ കസ്റ്റമർ വരുന്നു. കസ്റ്റമർ വന്നതിന് ശേഷം നമ്മളവരെ നർച്ചർ ചെയ്യുന്നു, അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. ഇനിയാണ് സെല്ലിങ്ങിലേക്ക് കിടക്കേണ്ടത്. അതായത് ഓഫർ പ്രസൻറ്റ് ചെയ്യണം. നമ്മളുടെ അടുത്ത് എന്താണോ വെക്കാനുള്ളത് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഓഫർ അവർക്ക് പ്രസൻറ്റ് ചെയ്യണം. ഈ ഒരു ഓഫർ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഓഫർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. ഓഫറിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് അതിനെ നല്ല ഓഫർ എന്ന് പറയുള്ളൂ. ഈ അടുത്തൊരു ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറയാം. ഈ അടുത്തൊരു സംരംഭക സുഹൃത്തിനെ പരിചയപ്പെട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുറത്താണ് ബിസിനസ് ചെയ്യണത്. ഓൺലൈനിൽ ചെറുതായിട്ടുണ്ട്, പുറത്ത് തന്നെയാണ് ബിസിനസ് ചെയ്യണത്. ഷോപ്പാണുള്ളത്, ഡ്രസ്സിൻ്റെയൊക്കെ ഷോപ്പാണ്. ജീൻസ്, ഷൂസ്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉള്ള ഡ്രസ്സിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഈ ഷോപ്പിൻ്റെ അകത്ത് അദ്ദേഹം ചെയ്തേക്കുന്ന ഒരു ഓഫർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഓഫറിൻ്റെ പ്രത്യേകതയാണ് 365 ദിവസവും അദ്ദേഹം ഓഫർ കൊടുക്കുകയാണ്. 365 ദിവസവും ഓഫറാണ്. എല്ലാ ദിവസവും ഓഫറുള്ള ഷോപ്പ്. അത് നല്ലൊരു ഷോപ്പാണല്ലോ, എല്ലാ ദിവസവും നമുക്ക് ഓഫറുണ്ട്. ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ നല്ലതാണല്ലോ, നല്ലൊരു പ്ലാനാണല്ലോ, 365 ദിവസം ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ 365 ദിവസം നല്ല സെയിൽ, അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ വലിയൊരു അബദ്ധമാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഓഫറുകൾക്കും നമ്മളൊരു ഓഫർ കൊടുക്കുകയാണെങ്കിൽ ആ ഓഫറിനൊരു ടൈം ലിമിറ്റ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് കസ്റ്റമറിലൊരു അർജൻസി ഉണ്ടാവുള്ളൂ, ഒരു തിടുക്കം അവരിൽ ഉണ്ടാവണം. തിടുക്കം ഇല്ലെങ്കിൽ നമ്മളത് 365 ദിവസം ഉണ്ടെങ്കിൽ എന്തിനാ എന്ന് വാങ്ങുന്നത്, എന്തിനാ ഈ ആഴ്ച വാങ്ങുന്നത്, എന്തിനാ അടുത്ത മാസം വാങ്ങുന്നത്, എന്തിനാ വരാനിരിക്കുന്ന 365 ദിവസം വാങ്ങുന്നത്. ഇനിയും 365 ദിവസങ്ങൾ അടുത്ത കൊല്ലം വരാനുണ്ടല്ലോ, അന്ന് വാങ്ങിയാൽ പോരെ. അപ്പോൾ കസ്റ്റമറുടെ ഉള്ളിൽ ഒരു അർജൻസി ഉണ്ടാവില്ല, തിടുക്കം ഉണ്ടാവില്ല. തിടുക്കം ഉണ്ടായാൽ മാത്രമാണ് ഈ ഓഫറുകൾ നമ്മളെടുക്ക് കൊടുക്കണതിൻ്റെ കാരണം എന്താണെന്നറിയോ? നമുക്ക് 2 മാസം കൊണ്ട് 1 മാസം കൊണ്ട് കിട്ടേണ്ട സെയിൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ ഭാവിയിൽ കിട്ടേണ്ട റവന്യൂ, ഭാവിയിൽ കിട്ടേണ്ട ലാഭം പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബിസിനസ്സുകൾ ഓഫർ കൊടുക്കണം. അത് നമ്മൾ ബിസിനസ് ചെയ്യുന്ന നമ്മളാദ്യം അത് മനസ്സിലാക്കണം. അപ്പോൾ 365 ദിവസം പടർത്തി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർ വാങ്ങില്ല, കസ്റ്റമർക്ക് ഒരു അർജൻസി ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ, ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ എല്ലാ വർഷവും ഓരോ ഓഫർ കൊടുക്കണ്ടല്ലോ. ഇതവർ 365 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓഫറിന് എന്താ പ്രസക്തിയുള്ളൂ? ഓഫറിനൊരു പ്രത്യേകത തോന്നണമല്ലോ. നമ്മളെന്തിനാ തിടുക്കം കൂട്ടി വാങ്ങുന്നത്? അവർ കൃത്യമായിട്ട് അപ്ഡേഷൻസ് തരും. ഇനി ഇത്ര ദിവസം കൂടിയാണ് ഓഫർ കഴിയാനുള്ളൂ, ഇത്ര മണിക്കൂറും കൂടിയാണ് കഴിയാനുള്ളൂ, എന്നാൽ മാത്രമാണ് കസ്റ്റമേഴ്സിൽ ഒരു തിടുക്കം ഉണ്ടാവുള്ളൂ. ഈ തിടുക്കം ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് സെയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരുപാട് സംരംഭകർ ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ 365 ദിവസം എല്ലാ ദിവസവും ഓഫറുകൾ കൊടുക്കുക എന്നുള്ള സംഗതി. അത് നിർത്തിയിട്ട് നമ്മൾ എല്ലാത്തിനും ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അർജൻസി പല തിടുക്കം ഉണ്ടാക്കുക, കസ്റ്റമറിൽ തിടുക്കം ഉണ്ടാക്കാൻ സാധിക്കുന്ന എന്തിനെ നമുക്ക് അർജൻസി എന്ന് പറയാം. ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂവെങ്കിൽ ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂ എന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങൾ പ്രൈസ് കുറച്ചിട്ടാണ്, ചെറിയ ഡിസ്കൗണ്ടിലൊക്കെയാണ് നിങ്ങൾ ഓഫർ കൊടുക്കണമെങ്കിൽ അത് ഇത്രാം തീയതി വരെ മാത്രം, അതിനപ്പുറത്തേക്കില്ല. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിന് ഓഫറിനൊരു പ്രസക്തി ഇല്ലാതെയായില്ലേ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഓഫറുകൾ കൊടുക്കാം, പക്ഷേ എല്ലാ ഓഫറുകൾക്കും ഒരു ഡേറ്റ് വേണം. ഇത്രാം തീയതി അത് തീരും എന്നുള്ള ഡേറ്റ് വേണം. നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ ഓഫർ നിങ്ങൾ കൊടുത്തു കഴിയാൻ നേരത്ത് ഏറ്റവും അവസാന ദിവസം ആയിരിക്കും, നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റിലായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഓഫർ 16-ാം തീയതി വരെ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഈ 16-ാം തീയതി ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന സമയത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ഒരു പൊതുവായിട്ടുള്ള സ്വഭാവമാണ്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഈ ടൈംലി മാനറിൽ കാര്യങ്ങൾ ചെയ്യുള്ളൂ. എല്ലാം അടുക്കും ചിട്ടയോടുകൂടി ആ സമയത്തിന് ചെയ്യുള്ളൂ. അധികം ആളുകൾ ഇപ്പോൾ എന്തെങ്കിലും ഫൈൻ വരുമെന്ന് പറയാൻ നേരത്താണല്ലോ നമ്മൾ അവസാന ഡേറ്റിൽ പോയിട്ട് ബില്ലുകൾ പേ ചെയ്യുന്നത്. കോളേജിലെല്ലാം പഠിക്കുമ്പോൾ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ അസൈൻമെൻറ്റുകൾ വെക്കുക? ലാസ്റ്റ് ഡേറ്റിൻ്റെ അന്നായിരിക്കും അസൈൻമെൻറ്റുകൾ കൂടുതൽ വെക്കുക. ഫീസ് അടയ്ക്കണ എന്നാൽ ലാസ്റ്റ് ഡേറ്റിലായിരിക്കും.
എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സ്പൈക്ക് എന്നാൽ അതേസമയം ഇങ്ങനെ പരത്തി ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെ വെക്കാം എന്നുള്ള രീതിയിലാണെങ്കിൽ അവിടെ ആരും വെക്കാൻ പോണില്ല. അപ്പോൾ ഇതാണ് ഇത്തരം എല്ലാത്തിനും ഒരു പ്രത്യേകത തോന്നണം, എന്നാൽ മാത്രമാണ് കസ്റ്റമർ അട്രാക്റ്റഡ് ആവുള്ളൂ. അപ്പോൾ ഓഫറുകൾ നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിനൊരു എക്സ്പയറി ഡേറ്റ് നിങ്ങൾ കൊടുക്കണം. ഇത്രാം തീയതി വരെയാണ് ഈ ഓഫറുള്ളൂ, അല്ലെങ്കിൽ ഇന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് മാത്രമാണ് ഈ ഓഫറുള്ളൂ. ഓഫറിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബോണസ് അറ്റാച്ച് ചെയ്യാം, സൗജന്യമായിട്ട് എന്തെങ്കിലും കസ്റ്റമർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അത് വാല്യുബിൾ ആയിരിക്കണം, കസ്റ്റമർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും സംഗതി. പക്ഷേ നമുക്കതിൽ ഒരുപാട് കോസ്റ്റ് വരരുത്, ബിസിനസ് എന്നുള്ള രീതിയിൽ ഒരുപാട് കോസ്റ്റ് വരരുത്. ചെറിയ കോസ്റ്റ് വരുന്നതും കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള എന്തെങ്കിലും സൗജന്യമായിട്ട് കൊടുക്കുക. ഈ സൗജന്യമായിട്ടുള്ള ആ ബണ്ടിലിങ് എല്ലാ 365 ദിവസവും കിട്ടില്ല. അത് 6-ാം തീയതി വരെയാണെങ്കിൽ 6-ാം തീയതി വരെ മാത്രം, 6-ന് ശേഷം ആ ബോണസ് കിട്ടില്ല. അപ്പോൾ ബോണസ് വാങ്ങാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് നിങ്ങളുടെ ആ പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ സർവീസാണോ അത് പർച്ചേസ് ചെയ്യും. അപ്പോൾ ഓഫർ ക്രാഫ്റ്റ് ചെയ്യാൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ചെറിയ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുമാനം ഏൺ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പരീക്ഷിച്ച് വിജയം കണ്ടേക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ സംഗതികളും നമ്മുടെ തലയിൽ തന്നെ ഉദിക്കണമെന്നില്ല. എല്ലാ ഐഡിയകളും എല്ലാ പ്ലാനുകളും സ്ട്രാറ്റജി നമ്മുടെ തലയിൽ തന്നെ ഉദിക്കണമെന്നില്ല. ഓൾറെഡി ആ മേഖലയിൽ പരിചയമുള്ള ഒരാളിൽ നിന്ന് പഠിച്ചാലും മതി. നമ്മൾ തന്നെ പോയി ഒരു കുഴിയിൽ ചാടി കാലൊടിയോ ഇല്ലയെന്ന് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. മുമ്പ് ചാടിയ ആളുകളുടെ അവസ്ഥ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ആകുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിലാണെങ്കിൽ പണവും ലാഭിക്കുക, നമ്മുടെ സമയവും ലാഭിക്കുക. നമ്മൾ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി അത് വർക്കൗട്ടോ ഇത് വർക്കൗട്ട് അങ്ങനെ നോക്കാതെ ഓൾറെഡി ആ മേഖലയിലുള്ള ആളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണവും സമയവും ലാഭിക്കാനായിട്ട് സാധിക്കും. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓൺലൈനിലൂടെ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ബിസിനസ് ഉണ്ട്, കൂടുതൽ കസ്റ്റമറെ കണ്ടെത്താനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ 2 ഘട്ടങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറെ കണ്ടെത്തൽ. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ വന്നതിന് ശേഷം നമ്മൾ എന്തൊക്കെ ചെയ്യണം, സെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പഠിച്ചു. ഇനി 3-ാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 3-ാമത്തെ ഘട്ടം എന്താണ്? കസ്റ്റമർ വന്നു, നമ്മളുടെ അടുത്ത് നിന്ന് നമുക്ക് പേയ്മെൻറ്റ് തന്നു, നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങി പോയി, അവരൊരു പേയിങ് കസ്റ്റമറായിട്ട് മാറി. ഇവിടെ വരെയാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. ഇനി അടുത്തത് എന്തൊക്കെ ചെയ്യണം? ഇനിയും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് ബിസിനസ്സിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അടുത്ത ഘട്ടത്തിൽ പറയാനായിട്ട് പോണത്. ഇനി ഈ ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ബിസിനസ്സിലേക്കുള്ള വരുമാനം വർദ്ധിപ്പിക്കാൻ. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് കസ്റ്റമേഴ്സൊക്കെ വന്നു തുടങ്ങി, കുറച്ച് പേരൊക്കെ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട്, നല്ല അഭിപ്രായം പറയുന്നുണ്ട്, കുറച്ചധികം കസ്റ്റമേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്, 100, 200, 300 എന്നുള്ള രീതിയിലുള്ള കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടി വരികയാണെങ്കിൽ ഈ പോയിന്റിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്. എങ്ങനെ നിലവിലുള്ള കസ്റ്റമേഴ്സിന് കൂടുതലായി എന്തെങ്കിലും വിറ്റുകൊണ്ട് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുക. 2 രീതിയിലാണ് നമുക്ക് ബിസിനസ് വളർത്താനായിട്ട് സാധിക്കുന്നത്, അതായത് ബിസിനസ്സിലേക്കുള്ള വരുമാനം കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതൊന്ന്, നിലവിലുള്ള കസ്റ്റമേഴ്സിന് എന്തെങ്കിലും കൂടുതലായിട്ട് വിൽക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. രണ്ടാമത്തത്, കൂടുതൽ പുതിയ കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിലവിൽ നമ്മുടെ അടുത്തുനിന്ന് കുറച്ച് കസ്റ്റമേഴ്സൊക്കെ വാങ്ങിപ്പോയിട്ടുണ്ട്, ഇവർക്ക് കൂടുതലായിട്ട് എന്ത് വിൽക്കാം? ഇവിടെ വെച്ചിട്ടാണ് നിങ്ങൾ പുതിയൊരു പ്രൊഡക്റ്റിനെ പറ്റി ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ സർവീസാണെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു സർവീസിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു തുടങ്ങേണ്ടത്. കാരണം ഒരിക്കലും ഒറ്റ പ്രൊഡക്റ്റായിട്ട് നമ്മൾ ഇരിക്കരുത്, ഒറ്റ ഒരു സർവീസ് മാത്രമായിട്ട് ഇരിക്കരുത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒറ്റ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഓരോ സമയവും നമ്മൾ പുതിയ കസ്റ്റമറെ കണ്ടെത്തേണ്ടതായിട്ട് വരും, പുതിയ കസ്റ്റമറെ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. ഒരു ടീം വരുന്നു, വാങ്ങുന്നു, പോകുന്നു, പിന്നെ അവരെ മറന്നു കളയുന്നു. അടുത്ത ആൾ വരുന്നു, വാങ്ങുന്നു, പോകുന്നു, അവരെ മറന്നു കളയുന്നു. അപ്പോൾ ഈ ഫ്ലോ എപ്പോഴും പുതിയ ആളുകൾ ഇങ്ങനെ വന്നാൽ മാത്രമാണ് നമുക്ക് എക്സ്ട്രാ വരുമാനം വരുള്ളൂ. ഒരുപാട് പേര് വാങ്ങി പോയിട്ടുണ്ടല്ലോ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൂടി കൂടുതലായിട്ട് വിൽക്കാൻ നമുക്ക് സാധിക്കണം. അവർക്ക് വിൽക്കാനാണ് പുതിയൊരാൾക്ക് വിൽക്കുന്നതിനേക്കാളും എളുപ്പം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ ഓൾറെഡി ട്രസ്റ്റ് വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർ ആ ഇനീഷ്യൽ പേയ്മെൻറ്റ് തന്ന് ഇനീഷ്യൽ പർച്ചേസ് നടത്തിയത്. അപ്പോൾ ട്രസ്റ്റ് അവിടെ നിലനിൽക്കെ തന്നെ ട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് വിൽക്കാനാണ് കുറേ കൂടി എളുപ്പം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പുതിയ കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഓൺലൈനിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അവരുടെ എല്ലാം വാട്സപ്പ് നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വെക്കുക.
ആ കസ്റ്റമറോട് നിങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് വെക്കാനും പറയണം തുടക്കത്തിൽ തന്നെ. ആദ്യമായിട്ടൊരു പുതിയ കസ്റ്റമർ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നിങ്ങളത് പറയണം. അപ്പോൾ നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റിങ്ങിലൂടെ എല്ലാം തന്നെ ഈ കസ്റ്റമർക്ക് വീണ്ടും നമ്മളുടെ അടുത്ത പ്രൊഡക്റ്റ് ലോഞ്ച് ആവുന്ന ടൈമിൽ ഈ കസ്റ്റമർക്ക് മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും. കാരണം അധിക കസ്റ്റമേഴ്സ് നമ്മളൊരു പ്രത്യേക കാറ്റഗറിയിൽ ബിസിനസ് ചെയ്യാൻ നേരത്ത് ആ കാറ്റഗറിയിലെ അടുത്ത പ്രൊഡക്റ്റും ഈ സെയിം കസ്റ്റമർക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് അവർക്ക് വിൽക്കാനായിട്ട് സാധിക്കും. പ്രൊഡക്റ്റിൻ്റെ പരീക്ഷണങ്ങൾ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. പിന്നെ പ്രൊഡക്റ്റ് എടുത്താൽ വിറ്റ് പോകുമോ ഇല്ലയോ എന്നൊന്നും ചെക്ക് ചെയ്യേണ്ട. നമുക്ക് ഓൾറെഡി ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് അഭിപ്രായം ചോദിച്ചാൽ മതി. അപ്പോൾ ഇവരുടെ ഡാറ്റ എല്ലാം നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. അവരുടെ നമ്പർ, വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാറ്റസും കാര്യങ്ങളിലൂടെ എല്ലാം നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ അറിയിക്കാനായിട്ട് സാധിക്കും. ഒരിക്കലും ഒരു പ്രൊഡക്റ്റായിട്ട് മാത്രം ഇരിക്കരുത്. ഒരു പ്രൊഡക്റ്റായിട്ട് നിങ്ങൾ തുടങ്ങിക്കോ, ബിസിനസ് തുടങ്ങിക്കോ. ഞാൻ പറയണത് കസ്റ്റമേഴ്സ് ഇത് ഏത് സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കണേ? കസ്റ്റമർ ഇനീഷ്യൽ പർച്ചേസ് നടത്തിയതിന് ശേഷമുള്ള സ്റ്റേജിലാണ്, അവസാന ഘട്ടമാണ്, 3-ാം ഘട്ടമാണ്. അപ്പോൾ ഈ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറേ കസ്റ്റമേഴ്സ് ആയി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ വിൽക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ പറയാറുണ്ട് ഒരു നിധിയാണെന്ന് പറയും. നിധി നമ്മളുടെ കാൽക്കീഴിൽ തന്നെ കുഴിച്ചു നോക്കിയാൽ കിട്ടുന്ന ഒരു നിധിയാണ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. വേറെ എങ്ങോട്ടും പോകണ്ട. വളരെ എളുപ്പമാണ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റും സർവീസും സെല് ചെയ്യാനായിട്ട്. കാരണം അവർക്ക് ഓൾറെഡി ട്രസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പ്രത്യേകമായിട്ട് ചിന്തിക്കുക. പല സംരംഭകരും ചെയ്യുന്ന ഒരു അബദ്ധമാണ്, അവർക്ക് ഒറ്റ പ്രൊഡക്റ്റേ ഉണ്ടാവുള്ളൂ. ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ എന്തെങ്കിലും കൂടി എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ വാങ്ങാൻ തയ്യാറാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് വില കൂടിയ പ്രൊഡക്റ്റുകളെല്ലാം ചെയ്യുന്നവർ ഇത് തീർച്ചയായിട്ടും ചെയ്യണം. കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വില ഒരു 10,000 രൂപയാണെന്ന് വിചാരിക്കുക. 10,000 രൂപ തന്ന് ആ പ്രൊഡക്റ്റ് ആ കസ്റ്റമർ വാങ്ങി. ഒരു ഉദാഹരണം പറയുകയാണ്. 10,000 രൂപ തന്ന ആ പ്രൊഡക്റ്റ് വന്ന് ആ കസ്റ്റമർ വാങ്ങി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടി? 10,000 രൂപ തന്ന് വാങ്ങാൻ പർച്ചേസിങ് പവറുള്ള ഒരു കസ്റ്റമറാണ് നമുക്കവിടെ കിട്ടിയേക്കണത്. ആ വ്യക്തിക്ക് നല്ല പർച്ചേസിങ് പവർ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പർച്ചേസിങ് പവറുള്ള ഒരാളുടെ മുമ്പിലേക്ക് ഇനിയും ഇതുപോലെ എന്തെങ്കിലും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർ വാങ്ങൂലേ? വാങ്ങും. പക്ഷേ കൊടുക്കാനായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യണം, നിങ്ങൾ തയ്യാറായാൽ മാത്രമേ അവരത് വാങ്ങാൻ റെഡി ആവുള്ളൂ. അപ്പോൾ ഇത്രയും പർച്ചേസിങ് പവറുള്ള ഒരാൾ നിങ്ങളുടെ കസ്റ്റമറായിട്ട് വന്നിട്ട് അവർക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും കൂടി വിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചില്ല എന്നുള്ളത് ഒരു അബദ്ധം തന്നെയാണ്. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇത് പറയുമ്പോൾ ചിലരെങ്കിലും സംശയത്തിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അങ്ങനെ എപ്പോഴെപ്പോഴും അവർ വാങ്ങിയേ ഉള്ളൂ, ഇനിയും പിന്നെയും അവരുടെ അടുത്ത് വാങ്ങാൻ പറയലൊരു മോശമല്ലേ, അത് കസ്റ്റമറെ ഹരാസ് ചെയ്യണതിന് തുല്യമല്ലേ എന്നാണ്. ഒരിക്കലുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു മാർക്കറ്റിൽ നടക്കുന്നത് ഒരു വാല്യൂ എക്സ്ചേഞ്ചാണ്. അവർ കാശ് തരുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു മൂല്യം അവർക്ക് കൊടുക്കുന്നുണ്ട്. പ്രൊഡക്റ്റിൻ്റെ രൂപത്തിലോ സർവീസിൻ്റെ രൂപത്തിലോ ഒരു മൂല്യം അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അവർക്ക് വിൽക്കാനായിട്ട് ശ്രമിക്കണം. കാരണം നമ്മളിവിടെ കസ്റ്റമറെ ഹരാസ് ചെയ്യുകയല്ല, മറിച്ച് കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യാണ്. അതൊരു ഷർട്ടാണെങ്കിൽ പോലും, നിങ്ങൾ വിൽക്കുന്ന ഷർട്ടാണെങ്കിൽ പുതിയ കളക്ഷൻ വരാൻ നേരത്തെ ആ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കണം. അതൊരു മോശമല്ലേ? കാരണം അവർ വാങ്ങിച്ചുള്ളൂ, അപ്പോൾ എപ്പോഴും വാങ്ങാൻ പറയലൊരു ഇതല്ലേ എന്ന് നമ്മൾ തോന്നിയേക്കാം. കാരണം ഒരിക്കലും അല്ല. കാരണം ആ പുതിയ കളക്ഷൻ വരാൻ നേരത്തെ ആ കസ്റ്റമർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആ കസ്റ്റമർ ആ കളറുള്ള ഷർട്ട് മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതേ പാറ്റേണിലുള്ള വരുമ്പോൾ വീണ്ടും അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഷർട്ട് ഇടുമ്പോൾ ആ കസ്റ്റമർക്ക് പ്രത്യേക ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യാണ്, ഒരിക്കലും ഹരാസ് ചെയ്യല്ല. ഇനി നിങ്ങൾ ഹരാസ് ചെയ്യുകയാണെന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇരുന്ന് നിങ്ങൾ ആ കസ്റ്റമർക്ക് മാർക്കറ്റ് ചെയ്യാതെ ഇരുന്നാലുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ? ഈ കസ്റ്റമർ നിങ്ങളുടെ കോമ്പറ്റീറ്ററുടെ അടുത്തേക്ക് പോകും. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന സെയില് വേറൊരാൾക്ക് കിട്ടി. കാരണം അവർ മടിയില്ലാതെ മാർക്കറ്റിംഗ് ചെയ്തു. അപ്പോൾ കസ്റ്റമറെ ഒരിക്കലും കസ്റ്റമറെ ഹരാസ് ചെയ്യലല്ല. കസ്റ്റമർക്ക് ഉപകാരപ്പെടുമെന്ന് നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവരെ ഹെൽപ്പ് ചെയ്യണം. അവിടെ വീണ്ടും പ്രൊഡക്റ്റുകളും സർവീസുകളും അവർക്ക് വിൽക്കാൻ നേരത്ത് വീണ്ടും അവർക്ക് നമ്മൾ ഹെൽപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത്, വാല്യൂ എക്സ്ചേഞ്ചാണ് നടക്കുന്നത്. അവരൊരു തുക തരാൻ നേരത്ത് തത്തുല്യമായതോ അതിന് മേളിൽ നിൽക്കുന്നതോ ആയിട്ടുള്ളൊരു മൂല്യം അവർക്ക് ഇൻ എക്സ്ചേഞ്ചിൽ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതൊരിക്കലും ഹരാസ്മെൻ്റ് അല്ല. നിങ്ങൾ മടിച്ച് നിൽക്കുക. മാർക്കറ്റിങ്ങിൽ മടി കാണിക്കരുത്. വേറെ എന്തിലും മടി കാണിച്ചാലും മാർക്കറ്റിങ്ങിൽ മടി കാണിക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ചെറിയ ബിസിനസ് വളരില്ല, നമുക്കതിലൂടെ മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. വേറെ എന്തിലും നിങ്ങൾ ഉഴപ്പ് കാണിച്ചാലും വലിയ പ്രശ്നമില്ല. പക്ഷേ മാർക്കറ്റിങ്ങിൽ ഉഴപ്പ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രയാസമായിരിക്കും.
സർവൈവ് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് ഇത് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബിസിനസ്സിലേക്ക് വരുമാനം കൊണ്ടുവരാനായിട്ട് വില കൂട്ടുന്നതിനെ പറ്റി ആലോചിച്ച് തുടങ്ങുക. പലരും എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണത് വില കുറയ്ക്കണതിനെ പറ്റി എല്ലാവരും ആലോചിക്കുന്നത്. വില കൂട്ടുന്നതിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് തുടങ്ങുക. കാരണം ഒരുപാട് സംരംഭകർ വളരെ കുറഞ്ഞ വിലക്ക് പല പ്രൊഡക്റ്റും സർവീസും വിറ്റ് മാർക്കറ്റിലുള്ള വളരെ ചീപ്പായിട്ടുള്ള കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്ത് വലിയ തലവേദന പിടിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെയും ഒരു വിചാരം ഏറ്റവും വിലക്കുറവിൽ കൊടുത്താലാണ് ആളുകൾ വാങ്ങുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം മാർക്കറ്റിൽ 2 വിഭാഗം കസ്റ്റമേഴ്സ് ഉണ്ട്. ഒന്ന്, വളരെ വിലക്കുറവ് കണ്ടു കഴിഞ്ഞാൽ അങ്ങടേക്ക് ഓടിപ്പോകുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, അതൊരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കുറവ് കണ്ട ആ പരിസരത്തേക്കേ വരാത്തവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വിലക്കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഇല്ലായ്മ, എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ ഉള്ള സംശയത്തിൽ നിൽക്കും അവർ. ഇതെന്താണ് ഇതിന് ഇത്ര വിലക്കുറവ്, ഒരു സംശയത്തിൽ നിൽക്കും. അപ്പോൾ ഇത്തരം കസ്റ്റമേഴ്സ് നിങ്ങൾ വിലക്കുറവ് കാണിച്ചു കഴിഞ്ഞാൽ അവർ വരില്ല. വളരെ ചീപ്പായിട്ടുള്ള കസ്റ്റമേഴ്സ് മാത്രമാണ് വരുള്ളൂ. ഈ വിലക്കുറവ് കാണിച്ച് നമ്മൾ അട്രാക്റ്റ് ചെയ്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന കസ്റ്റമേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെപ്പോലെ തന്നെ വേറൊരാൾ ആ മാർക്കറ്റിൽ ഇറങ്ങി നിങ്ങളെക്കാൾ താത്തി വില കുറച്ച് വിൽക്കാൻ നേരത്ത് ഈ കസ്റ്റമേഴ്സ് എല്ലാം തന്നെ അയാളുടെ അടുത്തേക്ക് പോകും. കാരണം നിങ്ങളും ഇതേപോലെ വില കുറച്ച് കിട്ടാണല്ലോ ഇവരെ കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശേഷം ഒരാൾ വില കുറച്ച് വിൽക്കാൻ തയ്യാറായിട്ട് വരാൻ നേരത്ത് നേരെ അവരുടെ അടുത്തേക്ക് പോകും. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. അപ്പോൾ വിലക്കുറവല്ല എപ്പോഴും നല്ലൊരു സ്ട്രാറ്റജി. നിങ്ങൾ വില കൂട്ടുന്നതിനെ പറ്റി ആലോചിക്കുക. ഈ വില കൂട്ടുമ്പോൾ ചില ഗുണങ്ങളെല്ലാം ഉണ്ട്. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയും സീരിയസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടിത്തുടങ്ങും. സീരിയസ് ആയിട്ടുള്ള ക്ലയൻസിനെ നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും. അപ്പോൾ ആ വില കൂട്ടുന്നതിനെ പറ്റി നിങ്ങൾ ആലോചിക്കുക. പിന്നെ അധിക സമയവും നമ്മൾ വില കൂട്ടാൻ നേരത്ത് എല്ലാവരും അത്ര സെൻസിറ്റീവായിട്ടുള്ള ആളുകളായിക്കൊള്ളണമെന്നില്ല. അതായത് വില കൂട്ടിയതിൻ്റെ പേരിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിക്കൊള്ളണമെന്നില്ല. ഇനി വളരെ അധികം നിങ്ങൾക്ക് പേടിയാണ്, വില കൂട്ടാൻ പേടിയാണെങ്കിൽ പുതിയ കസ്റ്റമേഴ്സിനെങ്കിലും വില കൂട്ടാനായിട്ട് നോക്കാം. നിലവിലുള്ള കസ്റ്റമേഴ്സ് എല്ലാം പോകും വില കൂട്ടിക്കഴിഞ്ഞാൽ. അങ്ങനെ നിങ്ങൾക്കൊരു പേടിയിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുതിയതായി വരുന്ന കസ്റ്റമേഴ്സിന് പ്രൈസ് കൂട്ടാനായിട്ട് നോക്കുക. കാരണം വില എപ്പോഴും നമുക്ക് അങ്ങനെ കോൺസ്റ്റൻ്റായിട്ട് നിർത്താൻ പറ്റില്ല. നമുക്ക് കോസ്റ്റുകൾ കൂടി വരുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്പെൻസുകൾ കൂടി വരുന്നുണ്ട്, പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ ലാഭം എടുക്കുക എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. എപ്പോഴും വില കുറച്ച് മാത്രം വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ചീപ്പായിട്ടുള്ള ഒരുപാട് തലവേദന സൃഷ്ടിക്കുന്ന കസ്റ്റമേഴ്സ് മാത്രമാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ. ഇനി നമ്മൾ വില കൂട്ടുന്ന ടൈമിൽ ഒരുപാട് ചീപ്പായിട്ടുള്ള കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം അവരെല്ലാം ചെന്ന് അടിഞ്ഞുകൂടാൻ പോണത് നമ്മളുമായിട്ട് മത്സരിക്കുന്ന ആളുകളുടെ അടുത്തേക്കായിരിക്കും ഇവരെല്ലാം പോവുക. കാരണം അവരായിരിക്കും ഒരു പക്ഷേ നിങ്ങളൊക്കെ വില കുറച്ച് വെക്കുന്നതുകൊണ്ട് അങ്ങടേക്ക് പോകും. അപ്പോൾ ഈ തലവേദന മൊത്തം അവർക്ക് വരും. നിങ്ങളുടെ അടുത്ത് നിന്ന് ഇത്രയും തലവേദന സൃഷ്ടിച്ച് വില കൂട്ടിയതിൻ്റെ പേരിൽ ഒഴിവായിപ്പോയ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും സീരിയസ് ആയിട്ടുള്ള കസ്റ്റമറെ കിട്ടും. പിന്നെ അധിക സമയവും ഈ ഒരുപാട് ബാർഗെയിൻ ചെയ്യുന്ന, ഒരുപാട് ഡിസ്കൗണ്ടുകളെല്ലാം ചോദിക്കുന്ന കസ്റ്റമർ വാങ്ങിയതിന് ശേഷവും ഇവർ തലവേദന ഉണ്ടാക്കുകയുള്ളൂ. അധിക സമയം നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരുപാട് ഡിസ്കൗണ്ട് ഇതെല്ലാം ചോദിച്ച് തർക്കിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ ഡിസ്കൗണ്ടിൽ കൊടുത്താലും ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നതും ഇവർ തന്നെയായിരിക്കും. നമ്മൾ ആ പ്രൊഡക്റ്റ് ഏറ്റവും വിലക്കുറവിൽ ഹിസ്റ്ററിയിൽ സെല്ല് ചെയ്തേക്കുന്നത് ഇവർക്കാണ്. പക്ഷേ ഈ വിലക്കുറവിൽ കിട്ടിയിട്ടും അവർ തൃപ്തിപ്പെടാനില്ല, പല കംപ്ലൈൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കസ്റ്റമറെ കൊണ്ട് വലിയ ലാഭവുമില്ല, അവരിൽ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവരിൽ ഒരുപാട് ടൈം നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് നല്ല കസ്റ്റമേഴ്സിന് സമയം കൊടുക്കാൻ പറ്റില്ല. നല്ല രീതിയിൽ ചിലപ്പോൾ 3 ക്ലാസ്സിലായിരിക്കും നിങ്ങൾ വില ഇട്ടേക്കണം. വളരെ ചീപ്പ് പ്രൈസ്, മിഡ് റേഞ്ച്, പ്രീമിയം എന്നുള്ള രീതിയിലായിരിക്കും പ്രൈസിൻ്റെ പ്രൈസ് സ്ട്രക്ചർ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഏറ്റവും നല്ല പ്രീമിയം പ്രൈസ് തന്ന് നിങ്ങളുടെ കൂടെ വന്നേക്കണ ക്ലയൻസിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം നിങ്ങളുടെ സമയം മൊത്തം ഇവർ കൊണ്ടുപോവുകയാണ്. ഇവരുടെ പ്രശ്നം തീർക്കാനായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്തരം ക്ലയൻറ്റുകളെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് സംരംഭകർ ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. അപ്പോൾ വില കൂട്ടുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു തുടങ്ങാം. പതിയെ പതിയെ നിങ്ങൾക്ക് സെയിലുകളെല്ലാം കൂടി വരാൻ നേരത്ത് പുതിയ പ്രൊഡക്റ്റ് എല്ലാം ആഡ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ വില കൂട്ടുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു തുടങ്ങാം. ഇനി മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഇത് എത്ര നല്ലതാണെന്ന് ഒരു കസ്റ്റമർക്കും അറിയാൻ സാധിക്കില്ല, അവരത് കാശ് തന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമല്ലാതെ.
അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ല ശരിക്കും നമുക്ക് ഇനീഷ്യൽ ഓർഡറുകൾ കൊണ്ടുവരുന്നത്. അത് ക്വാളിറ്റിയെ പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ അത് വാങ്ങി ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം മാത്രമാണ് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനീഷ്യൽ ഓർഡറുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ക്വാളിറ്റി ഉള്ളത് കൊണ്ടല്ല, മറിച്ച് നമ്മളുടെ മാർക്കറ്റിംഗ് കൊണ്ടാണ്. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയാണ്, നിലവിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുക. കാരണം നിങ്ങൾ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വന്ന കസ്റ്റമറെ നിലനിർത്താനുള്ള ഒരു ഉപാധിയാണ്. അതായത് ഒരു കസ്റ്റമർ വന്നു, ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റൊക്കെ ആണെങ്കിൽ അവർ അടുത്ത പ്രൊഡക്റ്റും വാങ്ങിക്കും, അല്ലെങ്കിൽ സെയിം പ്രൊഡക്റ്റ് തന്നെ വീണ്ടും പർച്ചേസ് ചെയ്യും. അതെല്ലാം സത്യമാണ്. പക്ഷേ ഇനീഷ്യൽ ഓർഡറുകൾ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ക്വാളിറ്റി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. വന്ന കസ്റ്റമറെ നിലനിർത്താൻ മാത്രമാണ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് നമുക്ക് സഹായിക്കുന്നത്. പുതിയ കസ്റ്റമറെ നമ്മളുടെ അതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്തേ തീരും. അപ്പം മാർക്കറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയാണ് നിങ്ങൾ ആദ്യം കൂട്ടേണ്ടത്, പ്രൊഡക്റ്റിൻ്റെ അല്ല. അത് നമുക്ക് എലോങ് ദ വേയിൽ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ആദ്യം തന്നെ മാർക്കറ്റിങ്ങിനെ പറ്റി പഠിക്കുകയും മാർക്കറ്റിംഗ് വിശദമായിട്ട് പഠിച്ചതിന് ശേഷം അത് ചെയ്യാനായിട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ, കൂടുതലായിട്ട് കസ്റ്റമറിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ വളരെ പ്രയാസമായിരിക്കും. ഒരുപാട് സംരംഭകർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അവരുടെ മൈൻഡിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. അവരൊരു പ്രൊഡക്റ്റ് ഇറക്കും, പ്രൊഡക്റ്റ് ഓർ സർവീസ് പ്രൊഡക്റ്റ് ഇറക്കും. ഈ പ്രൊഡക്റ്റ് ഇറക്കിയതിന് ശേഷം അവർക്ക് കുറച്ച് ഓർഡറുകളൊക്കെ കിട്ടും. പിന്നെ അവർക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റണില്ല. ചെറിയ ഓർഡറുകളൊക്കെ ഉണ്ട്, തിരക്കേടില്ലാതെ പോകുന്നു, അതൊക്കെ ശരിയാണ്. ഈ പോയിന്റിൽ വെച്ച് ഇവർ അധിക പേരും ചിന്തിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ബിസിനസ് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാലോ, ഈ പ്രൊഡക്റ്റ് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് തുടങ്ങിയാലോ. ഇനിയിപ്പോൾ തുടങ്ങിയാൽ തന്നെ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെ അത് അവിടെ വരും. ചില പ്രൊഡക്റ്റുകൾക്ക് ചില പ്രൊഡക്റ്റുകളേക്കാൾ ഓർഡർ കിട്ടും, ചിലതിനേക്കാൾ ഡിമാൻഡ് ഉണ്ട്. പക്ഷേ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നമുക്കിതിനെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ മാർക്കറ്റിംഗ് കൂടിയേ തീരും. അവിടെയാണ് മാർക്കറ്റിങ്ങിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത്. അപ്പം പ്രൊഡക്റ്റുകൾ ഇങ്ങനെ മാറ്റി കളിച്ചിട്ട് കാര്യമില്ല. ഏത് ബിസിനസ്സിലാണെന്നുള്ളത്, ഇന്നിപ്പോൾ ഓർഡർ ഇല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ദിവസം വേറെ ബിസിനസ് തുടങ്ങാം, പിറ്റേ ദിവസം വേറെ ബിസിനസ്സിനെ പറ്റി ആലോചിക്കാം. അങ്ങനെ ചാടി കളിച്ചുകൊണ്ട് യാതൊരു ഗുണവും നമുക്കില്ല. എങ്ങനെ മാക്സിമം നമ്പർ ഓഫ് കസ്റ്റമേഴ്സിലേക്ക് ഇത് എത്തിക്കാം, എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം, ഏതെല്ലാം മാർക്കറ്റിംഗ് ചാനലുകൾ ഉപയോഗിക്കാം, ഓൺലൈനിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് നോക്കാം. ഇന്നത്തെ കാലത്ത് നമ്മളുടെ ഈ മോഡേൺ ഏജിൽ ധാരാളം ആളുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് വിനോദത്തിനായിട്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ ഉപയോഗിക്കാൻ നേരത്ത് സോഷ്യൽ മീഡിയ വഴി നമ്മളുടെ പ്രൊഡക്റ്റും സർവീസും എല്ലാം മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കുക. സോഷ്യൽ മീഡിയയിൽ ധാരാളം കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി കൂടുതൽ കസ്റ്റമറെ കണ്ടെത്താനും സെയിൽ വർദ്ധിപ്പിക്കാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കൂടുതൽ എൻ്റെ പേഴ്സണൽ ഹെൽപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിലും ക്ലാസ്സുകൾ വരും, അതുപോലെ തന്നെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വരും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. എൻ്റെ ഈ ഫ്രീ ആയിട്ടുള്ള ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ പെയ്ഡ് ആയിട്ടുള്ളത് ഇതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കുകളും സ്ട്രാറ്റജീസും എല്ലാം നിങ്ങൾ പഠിക്കും. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.